ഫിലിം ഫെസ്റ്റിവലാണ് ആൻഡ് കാൻസ് ഓഫ് ഏഷ്യ. അപ്പം അവിടെ പോയി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ബെസ്റ്റ് ആക്ട്രസ്, അപ്പൊ അവര് ചൈനീസ് സ്ലാങ്ങിൽ മീന കശീജാൻ അങ്ങനെ പറഞ്ഞത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു അങ്കമാലി ആക്സെന്റ് ഉള്ള ആക്ടറിനെയാണ് നമ്മൾ നോക്കുന്നത്, എന്നാലും കുട്ടി വരൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ശിവരഞ്ജിനി പറഞ്ഞു ആ കുട്ടി ഓഡിഷന് മുമ്പ് അങ്കമാലി ആക്സെന്റ് ഒക്കെ പഠിക്കാൻ നോക്കി, അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ വെച്ചാൽ മതി. മാത്രമല്ല ബ്യൂട്ടീഷ്യനായിട്ട് 1 മാസം പോയി നിന്ന് ജോലി പഠിച്ചു, പെഡിക്യൂർ മാനിക്യൂർ ത്രെഡിങ് എല്ലാം പഠിച്ചല്ലേ. കോളേജിൽ ഹയസ്റ്റ് സപ്ലി എന്നുള്ള ചീത്തപ്പേരുള്ള കുട്ടിക്ക് ഹയസ്റ്റ് പാക്കേജ് ആ ഹീറോയിസ് ആയിരുന്നു എനിക്ക് അന്ന്. എൻ്റെ മെന്റൽ ഹെൽത്ത് വിറ്റിട്ടാണ് ഇവർ ഈ മാസം 60,000 രൂപ അയച്ചു തരുന്നത്. എന്തിനാണത് എന്നൊക്കെ തോന്നി. ആ എക്സ്പീരിയൻസ് എനിക്ക് അത് ഇച്ചിരി ട്രോമാറ്റിക്കും സ്ട്രെസ്ഫുള്ളും ആയിരുന്നെങ്കിലും പെട്ടെന്ന് ഭയങ്കര ഒരു പേടി വന്നു, ഭയങ്കര പേടി, വിറച്ച് പാനിക് അറ്റാക്ക് പോലെ വന്നു. പിന്നെ വിക്ടോറിയയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിക്ടോറിയയുടെ വീട് പോലും ഒരു സേഫ് സ്പേസ് അല്ല. വിക്ടോറിയ അബ്യൂസ് ചെയ്യുന്ന പേരൻസും കൂടെയാ. അതെന്തൊരു അവസ്ഥയാ. അങ്ങനെ ജീവിക്കുന്ന കുറെ പെമ്പിള്ളേരുണ്ട്. അവര് ചിലര് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലുള്ള ആളെ കിട്ടും, പക്ഷെ ചിലര് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കും, വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാസ്റ്റേഴ്സ് എടുക്കും. ഹായ് ഗൈസ്, ഞങ്ങളുടെ ഫിൽറ്റേർഡ് എപ്പിസോഡ് ഓൾറെഡി ഇവിടെ കഴിഞ്ഞു. ഇനി അൺഫിൽറ്റേർഡ് ബൈ അപർണ എപ്പിസോഡ് ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് മറ്റാരുമല്ല, എനിക്കിത് ഈ ഫ്ലവർ ഒക്കെ തന്ന് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മറ്റാരുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ മലയാളികളെയൊക്കെ ഭയങ്കരമായിട്ട് പ്രൗഡാക്കിയ മീനാക്ഷി ജയനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം എന്താണ് ഏതാണെന്ന് ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഥ മൊത്തം ഇവിടെ പറയും അല്ലേ. അല്ല, അറിയാതിരിക്കാൻ വഴിയില്ല. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഭയങ്കര അൺഒഫീഷ്യൽ ആയിപ്പോയി ഇന്ന് എൻ്റെ ഇൻട്രോയും എല്ലാം. ബിക്കോസ് നമ്മളിവിടെ ഇങ്ങനെ ഫിൽറ്റേർഡ് സംസാരിച്ചുകൊണ്ട് എന്ത് ഡീസൻ്റ് ആയെന്ന് നോക്കിക്കേ. ഇത്ര നേരം ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ആയിരുന്നു, ആര് കൂടുതൽ വർത്താനം പറയാം, ആര് കൂടുതൽ തള്ളുന്നത്. ഒരു ടോപ്പിക് തീർന്ന് ഇരിക്കുമ്പോഴേക്കും അടുത്ത ആൾ അടുത്ത ടോപ്പിക്ക്. അതോ ആ ടോപ്പിക്കിൽ തന്നെ 10 കാര്യങ്ങൾ 2 പേർക്കും പറയാൻ കാണുന്നു. എന്നിട്ടാണ് പെട്ടെന്ന് ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്കും ആളങ്ങ് മാറി. ഓ ശരിയാണല്ലോ, പോഡ്കാസ്റ്റ് ആണല്ലോ. അതെ, ഞാൻ എന്തൊക്കെയോ ആയായിരുന്നല്ലോ, അതൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് അവാർഡ് കിട്ടിയതൊക്കെ ഞാൻ മറന്നുപോയി എന്നൊക്കെ. അപ്പൊ എനിക്കിത് പറ്റും തോന്നുന്നില്ല ജീവിതത്തിൽ. ഇല്ലില്ല, നമുക്ക് റിവേഴ്സ് ആയിട്ട് ജേർണി പറയാം. സാധാരണ എല്ലാവരും തുടങ്ങിയിടത്തുനിന്നല്ലേ ഇവിടം വരെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണ് ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലില്. യു ആർ ഓൾസോ ഹോട്ട്, യു നോ. ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുന്നത്, വിട്ടുപോയി. അല്ല, ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലില്. അപ്പം ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നത് മീനാക്ഷി തന്നെയാണ്. അല്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. അതിന് മുന്നേ എനിക്ക് ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങൾ പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്തപ്പോഴേ അപർണയായിട്ട് ഇനി എങ്ങും പോയി റിസർച്ച് ചെയ്യണം, ഞാൻ എല്ലാം പറഞ്ഞു തരാം. അത്ര ഡെഡിക്കേഷൻ ഐ റിയലി അപ്രീഷിയേറ്റ്. അതിനുള്ള കാരണവും എനിക്ക് മനസ്സിലായി. കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം മീനാക്ഷി എഫേർട്ട് ഇട്ടിട്ടുള്ളതെന്നുള്ള കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഒരു പോഡ്കാസ്റ്റിലും അത്രയും എഫേർട്ട് ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻഡ് ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവൽ ഒരു ഓൾഡസ്റ്റ് അല്ലേ, ഓൾഡസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ ആണ് ആൻഡ് കാൻസ് ഓഫ് ഏഷ്യ അല്ലേ, അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം അവിടെ പോയി ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ് ഈ മൊമെന്റിൽ ആദ്യം തന്നെ ആ ആക്ട്രസ് ആയ മൊമെന്റിൽ F1 കണ്ടായിരുന്നോ, ഫോർമുല 1? ഇല്ല, ആ സമയത്തൊക്കെ ഞാൻ ഷാങ്ഹായിലായിരുന്നു. കണ്ടോ, ഞാൻ ഫ്ലെക്സ് ചെയ്യാൻ ഒരു മൊമെന്റ് തന്നില്ലേ. പക്ഷെ അതല്ല, അതിനകത്ത് ഇങ്ങനെ ബ്രാഡ് പിറ്റ് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു മൊമെന്റ് ഉണ്ട്, എല്ലാം ഭയങ്കര സൈലന്റ് ആവുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലൊരു മൊമെന്റ് ആയിരുന്നു അവാർഡ് കിട്ടിയൊരു ടൈം. അയ്യോ, എന്നുവെച്ചാൽ ആ മൈക്ക് എൻ്റെ കയ്യിലേക്ക് വരുന്നൊരു സമയമില്ലേ, അതായിരുന്നു എൻ്റെ ആ സൈലന്റ് മൊമെന്റ്. എന്നാൽ അതിനു മുമ്പ് വരെ ഞങ്ങൾക്ക് ഷാങ്ഹായിൽ പോവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമായിരുന്നു. ഞങ്ങളെല്ലാവരും, എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ ആക്ച്വലി വിക്ടോറിയയ്ക്ക് വേണ്ടിയിട്ട്, വിക്ടോറിയയുടെ മുംബൈ സ്ക്രീനിങ്ങിനോ ഡൽഹി സ്ക്രീനിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പ്ലെയിനിൽ വരെ കയറുന്നത്. അപ്പം എനിക്ക് അതായിരുന്നു
ഇന്ത്യ അല്ലാത്തൊരു സ്ഥലം കാണാൻ പോകുന്നു. ഷാങ്കായിൽ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കാശൊന്നും ഇതാക്കാതെ എല്ലാവരും ഒക്കെ കൊടുത്ത് അങ്ങനെ പോകാൻ പറ്റുന്നു എന്നുള്ളതിൽ ഞാൻ അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു. അപ്പം അവരവിടെ നിന്ന് ശിവ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഇത് തന്നു, ചിലപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എനിക്ക് കൊതി വരുത്തിക്കും. എന്താ അവസാനം എനിക്ക് അവസാനം കിട്ടിയില്ലെങ്കിൽ വെറുതെ വിഷമാവും. അപ്പം അതോടുകൂടി ഫസ്റ്റ് ടൈം മുതൽ നിർത്തിയത്. എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ബെസ്റ്റ് ആക്ട്രസ്, അപ്പോൾ അവർ ചൈനീസ് സ്ലാങ്ങിൽ മീന കശീജാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അതേതോ ഒരു ഏഷ്യൻ നടിയാന്ന് തോന്നുന്നു, മീന കശീജാൻ എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായില്ല, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ശിവയാണ് ദേ വിളിച്ചു പോന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുന്നേക്കുന്നത്. പ്ലീസ് ആ ഫോട്ടോ അയച്ചാൽ ഞാൻ ഇത് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അത് ഞാൻ അയച്ചത് ഇങ്ങനെ എന്താ ശരി എഴുന്നേക്കാന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നത്. എന്നിട്ട് അവര് അതിന് മുമ്പത്തെ ദിവസം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അപ്പം അവര് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ ആദ്യം നമ്മൾ നിങ്ങളുടെ പേര് വിളിക്കും, അപ്പം നിങ്ങൾക്ക് സന്തോഷപ്രകടനം ഇവിടെ വെച്ച് കാണിക്കാം, എന്നിട്ട് നമ്മൾ ട്രെയിലർ അവിടെ ഇടും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നടന്നാൽ മതി. ഞാൻ മറ്റേ മീനാകാശി ജയൻ കേട്ടപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ച് അവിടെ എത്തി. എന്നാലും സ്റ്റേജിലെത്തിയില്ല, അവിടെ തന്നെ എത്തി. അപ്പൊ അവര് എവിടെ അവിടെ ഞങ്ങൾക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ ഇവിടെ സ്ഥലമുണ്ട്, അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയാൽ മതി. അയ്യോ, എന്നിട്ട് അവര് ട്രെയിലർ ഓൺ ചെയ്തു. അപ്പോൾ ആ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണില്ലേ ഓസ്കാറിൻ്റെ ഓഡിറ്റോറിയം, അതുപോലത്തെ ഓഡിറ്റോറിയ. ഞാൻ ഈ വിഷൻ ബോർഡിൽ നമ്മുടെ വിഷൻ ബോർഡിൽ നമ്മൾ ഒട്ടിച്ചു വെക്കുന്ന പടങ്ങളില്ലേ, അതുപോലെയായിരുന്നു മൊത്തം ഷാങ്കായ് എനിക്ക്. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയത് തന്നെ വിഷൻ ബോർഡിലെ 1 ടിക്കായിരുന്നു. എന്നിട്ട് നോക്കുമ്പം ആ ഓഡിറ്റോറിയം ഫുൾ ബ്ലാക്കായി, നമ്മുടെ ട്രെയിലർ മുഖമൊക്കെ ഇങ്ങനെ കാണാം. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശിവേനെ നോക്കും, ശിവ അത് നോക്ക് കണ്ടോ എന്നൊക്കെ പറയണ്ട. അപ്പം ഞങ്ങൾക്കിത് എന്ന് പറഞ്ഞാൽ ഈ തൃപ്പൂണിത്തുറ കിടക്കണം, ഞാൻ എന്നെ ഇങ്ങനെ അവിടെ പ്ലേസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അതൊരു വലിയ സ്ഥലമാണ്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത് പിന്നെ അവിടെ കയറി കഴിഞ്ഞപ്പോഴേക്കുമാണ് മറ്റേ ഈ ചൈനയിൽ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പകുതി പേരും ഇംഗ്ലീഷ് സംസാരിക്കൂല. അപ്പം ഞങ്ങൾ സിനിമ സിനിമ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നത് ഈ ചൈനീസ് ഓഡിയൻസ് എങ്ങനെ ഈ മലയാളം അങ്കമാലി കിടക്കുന്ന അങ്കമാലി സ്മോൾ ടൗൺ, അതെ അതെ അതെ. അപ്പം ആ സ്മോൾ ടൗണിലെ കഥ ഇവർക്ക് എങ്ങനെ മനസ്സിലാവും, എങ്ങനെ കണക്റ്റ് ആവും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ. അപ്പം ഇവര് ഭയങ്കര നന്നായിട്ടാണ് റിസീവ് ചെയ്തത്, എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു നന്ദിയെങ്കിലും പറയണ്ടേ, അതുപോലും നമുക്ക് കണ്ണിലൂടെയൊക്കെ എന്നൊക്കെ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ അവിടെ ഞങ്ങളുടെ ഒരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിച്ചിട്ട് താങ്ക് യു എന്നെങ്ങനെയാ പറയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി CSA എന്ന് പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഓക്കെ CSA. അത് കഴിഞ്ഞ് പിന്നെ വിക്ടോറിയയെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി എന്ന് പറയണതിന് എന്താ, അപ്പം CSA നിമന്ത് വിക്ടോറിയ ദ ജുച്ച് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് വരണ്ടുപോയി. അപ്പം ഞാനത് റെക്കോർഡൊക്കെ ചെയ്ത് എഴുതിയൊക്കെ വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഇത് പറയാമെന്നാ. എന്നിട്ട് എനിക്ക് 3ാമത്തെ സ്ക്രീനിങ്ങിന് പോകാം, ഇതൊക്കെ പഠിച്ചു വെച്ചപ്പോഴേക്കും ആ സ്ക്രീനിങ്ങിന് എനിക്ക് പോകാനും പറ്റിയില്ല. അപ്പം അതിൻ്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ ചൈനീസ് അങ്ങനെ ഞാൻ ചുമ്മാ അടിച്ചു നോക്കിയത്. അപ്പൊ അത് അവർക്ക് ഭയങ്കര സ്നേഹം വന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിച്ചു എന്നുള്ളതൊക്കെ. ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടൻ കേട്ടു. അപ്പൊ അയാളിങ്ങനെ ചിരിച്ചു. അപ്പം എന്നിട്ട് ഞാൻ വോളണ്ടിയറിൻ്റെ അടുത്ത് വെച്ചു, പുള്ളിക്കാർക്ക് ഇംഗ്ലീഷും ചൈനീസും അറിയാം. ഞാൻ ചോദിച്ചു ചൈനീസ് നല്ലതാണോ എന്നുള്ളതിന് എന്തായി ചൈനീസ്, എന്റെ ചൈനീസ്. അപ്പം എന്താണ് വോത്തോ ചോങ്മോൻ സെമ്മയ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വോത്തോ ചോങ്മോൻ സെമ്മയ, അപ്പൊ പുള്ളി എന്താ ഫീ ചാങ്ഹോ എന്നെന്താ പറഞ്ഞു. അപ്പൊ അതും ഞാൻ അവിടെ അങ്ങിട്ടു. അപ്പം
അതൊക്കെ എന്റെ ഭയങ്കര നല്ല മെമ്മറി അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കുക, ഇവരുടെ കൂടെയൊക്കെ സംസാരിക്കാൻ നോക്കുക. ഇവർക്ക് ലാംഗ്വേജ് അറിയില്ലാത്ത സ്ഥിതിയിൽ പോലും ഇവര് നമ്മുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുക, അതൊക്കെ ഭയങ്കര ഓൾറെഡി വിന്നായിരുന്നു. പിന്നെ അത് ഇതിന്റെ ഇടയിൽ മറ്റേ ചെറി ഓൺ ടോപ്പാണ്, ഒരു അവാർഡും കൂടി കിട്ടുമ്പോൾ അല്ലേ. ഈ സിനിമയിൽ എന്തായാലും വൺ അമോങ് ദി ടോപ്പിക്കാണ് ദൈവത്തിലുള്ള ഫെയ്ത്ത് എന്നുള്ളത് ഉണ്ടല്ലോ. അതിരിക്കെ ഞാൻ ചോദിക്കുക, ഇതൊക്കെ ഒരു ദൈവത്തിന്റെ നിമിത്തമായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് ഈ സ്ക്രീനിങ് കഴിഞ്ഞ് പറയാം എന്ന് വെച്ചിരുന്ന ഡയലോഗ് അല്ലെങ്കിൽ പഠിച്ചൊരു സാധനം അവാർഡ് കിട്ടിയിട്ട് തന്നെ പറയുന്നു, അങ്ങനെയൊക്കെ ഒരു പറയത്തില്ല, താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഉണ്ടോ? എനിക്ക് കുറെ ഫേസുകൾ ഉണ്ടായിരുന്നു. കൊച്ചിലെ എന്നെ തല്ലിപ്പടിപ്പിച്ച് അമ്പലത്തിൽ വിട്ട് നാമം ചൊല്ലിപ്പിച്ച് ആ മോഡായിരുന്നു. അപ്പൊ എനിക്ക് ഇതെന്തൊരു കഷ്ടമാണ്, എനിക്കിത് വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എന്താ 6 മണിക്ക് തന്നെ വിളക്ക് കത്തിക്കണം, അതിന് മുമ്പ് അടിച്ചു വാരിയിരിക്കണം, അതിന് മുമ്പ് ചായ വെച്ചിരിക്കണം, കുളിക്കണം. ആ സമയത്ത് മുടി ചീകി കഴിഞ്ഞാൽ എന്തോ ഹനുമാൻ പാല് കാച്ചു അതിൽ മുടി വീഴുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പണ്ട്. ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ ഇത്. അപ്പൊ അങ്ങനെ അടിച്ച് പരിപാടി ഇതാക്കിയപ്പോൾ എനിക്ക് അത്ര, കുറച്ച് വലുതായപ്പോൾ എനിക്ക് വർക്കായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 12th പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. അപ്പം ആ സമയത്ത് പിന്നെ ഞാൻ കട്ടയ്ക്ക് അങ്ങ് ഏത്തീസ്റ്റായി. ഞാൻ മറ്റേ ഇത്രയും വഴിപാട് കൊടുത്ത് ഇത്രയും പുഷ്പാഞ്ജലിയൊക്കെ ഇതാക്കിയിട്ട് ഒരാളെ നമ്മൾ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാൽ 49 അച്ഛൻ മരിച്ചു പോകുന്നത്. അപ്പം 50 വയസ്സ് പോലും തികച്ചില്ല. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ കുറച്ച് നാള് ദൈവത്തിനോട് ആ ഒരു ഫുൾ പരിപാടിയോട് ദേഷ്യമായിരുന്നു. എന്നിട്ട് സെയിം എന്ന് പറയുമ്പോ എന്റെ അച്ഛൻ മരിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. അതും അച്ഛനും 50ാമത്തെ വയസ്സിലാണ് മരിക്കാൻ കിടക്കുമ്പോൾ ഞാൻ കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്തെല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ വഴിപാട് നേരും എല്ലാം ചെയ്തിട്ടും. അപ്പോൾ ഒരു വർഷം ഞാൻ മറ്റേ ഇതായിരുന്നു, ഇല്ല ഇനി ഞാൻ അമ്പലത്തിൽ കയറത്തില്ല, ഇനി നിങ്ങൾ പിന്നെ കാണാം നമുക്ക് പറഞ്ഞിട്ടായിരുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, വിഷമിക്കണ്ട. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ കട്ട ഏത്തീസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം എനിക്ക് തന്നെ ചെയ്യണം, ഇൻഡിപെൻഡൻറ്റ്, ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആവും. അപ്പം നമ്മൾ മറ്റേ ഒന്നും ലക്കിന് വിട്ടുകൊടുക്കില്ല. അത് എനിക്ക് ഭയങ്കര പ്രഷറായി. അപ്പം ഞാൻ ആ സമയത്ത് അപ്പോഴേക്കും എൻ്റെ കോളേജ് കഴിഞ്ഞ് ഞാൻ ഒരു ബൈജൂസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ നാൾ, ഒരു 8 മാസത്തോളം. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്തവർക്ക് അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ഭയങ്കര പൈസയാ. എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജില് ഏറ്റവും സപ്ലി ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരില്. അപ്പം ആൺപിള്ളേരുടെ ഇടയിൽ ഞാൻ പഠിപ്പിയായിരുന്നു. അപ്പൊ അവരെന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അവര് കേൾക്കുന്നുണ്ട് എന്നോട് ദേഷ്യം തീർക്കരുത്. അല്ല അവര് എനിക്ക് ചിന്തിക്കാം, എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ എന്നിട്ട് ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരും. അപ്പം ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പം ഇവര് എന്നിട്ട് പാസ്സായി പോവും, എനിക്ക് ജസ്റ്റ് പാസ്സോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞത് അതല്ലല്ലോ. അപ്പൊ ബൈജൂസിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവിടുത്തെ ഭയങ്കര സാലറി ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഹയസ്റ്റ് സപ്ലിയും ഹയസ്റ്റ് സാലറിയും ഉള്ള നല്ല പണി. അല്ല ഞാൻ ഉദ്ദേശിച്ചത് കോളേജിൽ ഹയസ്റ്റ് സപ്ലി എന്നുള്ള ചീത്തപ്പേരുള്ള കുട്ടിക്ക് ഹയസ്റ്റ് പാക്കേജ് ആ ഹീറോയിസ് ആയിരുന്നു എനിക്ക് അന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മറ്റേ പൈസ എനിക്ക് വേണ്ട പുല്ലെന്ന് തോന്നി. എന്നുവെച്ചാ എൻ്റെ മെൻ്റൽ ഹെൽത്ത് വിറ്റിട്ടാണ് ഇവർ ഈ മാസം 60,000 രൂപ അയച്ചു തരുന്നത്, എന്തിനാണത് എന്നൊക്കെ തോന്നി. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഉറങ്ങിക്കിടന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര ഒരു പേടി വന്നു, ഭയങ്കര പേടി, വിറച്ച് പാനിക് അറ്റാക്ക് പോലെ വന്നു. അപ്പം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ട, ആരെ വിളിക്കണമെന്നറിയില്ല. അങ്ങനെ കൈയും കാലും വിറയ്ക്കുക, ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ ടെൻഷനായി എനിക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈ കൂപ്പിയിട്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്താ എനിക്ക് ആ സമയത്ത് തോന്നിയെന്ന് അറിയില്ല, ഞാനിങ്ങനെ നാമം അങ്ങ് ചൊല്ലി. അപ്പം എനിക്കൊരു ഇൻസ്റ്റൻറ്റ് കാംനെസ് വന്നു. അപ്പം ഞാൻ ഇതിനെ നമുക്ക് അനന്തരാമനൊക്കെ ചെയ്യുന്ന പോലെ സയൻറ്റിഫിക്കലി ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് ചില സമയത്ത് നമ്മുടെ ഒന്നാമത് ചൈൽഡ്ഹുഡിലൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം
അവിടേക്ക് എൻ്റെ ബ്രെയിൻ കൊണ്ടുപോയി കാണും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും കാംനെസ് കിട്ടട്ടെ, പഴയ എന്തെങ്കിലും കാര്യം നമ്മുടെ കോൺസെൻട്രേഷൻ മാറും. നമ്മൾ മറ്റൊരു കാര്യം ജപിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി 1 സെക്കൻഡ് ആ ഫ്രാക്ഷൻ ഓഫ് ടൈമിലെങ്കിലും നമ്മുടെ കോൺസെൻട്രേഷൻ അതിലോട്ട് പോകും. അപ്പോഴത്തേക്കിനും അത് മതി ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിന് കാം ഡൗൺ ആവാനായിട്ട്. മേ ബി അതായിരിക്കും സയന്റിഫിക് എക്സ്പ്ലനേഷൻ, അറിയില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. 1 മിനിറ്റെങ്കിലും നമ്മൾ ദൈവത്തിനെ വിളിക്കുമ്പോൾ ബാക്കി എല്ലാം മറന്ന് ഒരു പവറിലോട്ടല്ലേ നമ്മുടെ ശ്രദ്ധ പോകുന്നത്. മേ ബി അതായിരിക്കാം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പറഞ്ഞു. അല്ല, എനിക്ക് ആ കാംനെസ് അപ്പം പെട്ടെന്ന് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്നാൽ എന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് വേറെ ആരെങ്കിലും ഈ ദൈവത്തിനെ തന്നെ പ്രവർത്തിച്ചോളാം കേട്ടോ എന്ന് പറയാതിരുന്നാൽ മതിയല്ലോ. അപ്പം അതെന്നെ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഞാൻ പയ്യെ വീണ്ടും ഈ ഞാൻ ചോദിക്കുന്ന സാധനം, ഇപ്പം ഈ ഷാങ്കായ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഇതൊക്കെ എനിക്കറിയില്ല, അനന്തരാമനൊക്കെ കേട്ടിന് പോയാളെന്ന്. പക്ഷെ അനന്തരാമൻ ഇവിടെ വന്നപ്പോഴും അനന്തരാമൻ ഏത്തിസ്റ്റ് ആണ്, ഞാൻ ബിലീവർ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എനിക്ക് മതത്തിലല്ല, എനിക്ക് എന്തോ പവർ ഉണ്ട്. അപ്പൊ പുള്ളി റെസ്പെക്ട് അവർ വിശ്വാസം, ബിക്കോസ് ഹി ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഹിസ് വിശ്വാസം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ വേണ്ടത്. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യാം. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് റിലീജിയനോ അല്ലെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോലും അല്ല ശ്രമിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ മെന്റൽ ഹെൽത്തിന് നല്ല, ഞാൻ അല്ലാതെ അഡ്വർടൈസ് ചെയ്യാൻ പോലും നിൽക്കാറില്ല. എനിക്ക് നല്ല സുഖമുണ്ട്. പക്ഷെ അത് എന്നിട്ടും എൻ്റെ ആങ്സൈറ്റി ഒന്നും മാറിയൊന്നുമില്ല. എനിക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആങ്സൈറ്റി ശരിക്കും മാറിയത് ഞാൻ തെറപ്പി എടുത്ത് മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ്. ഞാൻ പ്രോപ്പർലി ഇങ്ങനെ അല്ല, നമുക്ക് ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ തെറപ്പിസ്റ്റിനെ ആലോചിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടില്ല. അയ്യോ, അതുപോലെയാണ് സത്യം. ഈ ഒരു മൊത്തത്തിൽ തെറപ്പിക്ക് ഇടയ്ക്ക് പൈസ കൊടുക്കാനില്ലാത്ത സമയത്ത് ആലോചിക്കണം അവിടെ തെറപ്പിസ്റ്റിനെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കും, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ഡോസിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് വരെ ഞാൻ അയ്യോ മരുന്നൊക്കെ കഴിച്ച് മറ്റേ പരിപാടി തീരും. പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പം എന്താ ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേറെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഹോർമോണൽ പ്രോബ്ലം അത് ഇത്. അപ്പം ഇപ്പം മരുന്ന് കഴിച്ചതിന് ശേഷം അതിന് മുമ്പ് വരെ എനിക്ക് മറ്റേ ഫുൾ തലയിൽ കുറേ ആൾക്കാർ കിടന്ന് ഇങ്ങനെ വർത്താനം അത് ചെയ്ത് അതിന് മുമ്പ് ഇത് ഒന്നും വരെയൊക്കെ ചെയ്യില്ല. ഇത് കഴിച്ചു തുടങ്ങിയതിന് ശേഷം മറ്റേ ശാന്തം. അപർണ സംസാരിക്കുമ്പോൾ അപർണയോട് മാത്രം സംസാരിക്കുക, അല്ലാതെ എൻ്റെ ചുറ്റിനും തലയിലും ഒന്നുമില്ല. അപ്പം അതും എനിക്ക് ഭയങ്കര ലൈഫ് ചേഞ്ചിങ്. അപ്പം ഞാനിപ്പം എൻ്റെ ഫെയ്ത്തിനെ എൻ്റെ ഒരു ടൂളായിട്ടും അതെ പിന്നെ ബാക്കി തെറപ്പിയും മരുന്നും അത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലോജിക്കും കൂടെ ഇല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വർക്കാവില്ല. ഡെഫിനറ്റ്ലി ഇടയ്ക്ക് നമ്മളിങ്ങനെ മറ്റേ ബിലീവിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ റിയാലിറ്റി ഹിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ. അപ്പം വീണ്ടും അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസിൽ സത്യം. അതിൻ്റെ ഒപ്പം നന്ദി പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ശിവരഞ്ജിനിയാണ്. സത്യം പറഞ്ഞാൽ ശിവരഞ്ജിനി എന്ത് കണ്ടിട്ടാണെന്ന് ഇടയ്ക്ക് ഞാൻ ആലോചിക്കും. അതിന് മുമ്പ് പക്ഷേ അതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് നമ്മൾ എന്തായാലും പറയണം. ബിക്കോസ് ഇപ്പൊ ഞാനൊക്കെ ഓഡീഷൻ കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് എങ്ങനെ ഓഡീഷന് പോകണം, എന്താണ് ഒന്നും അറിയില്ല. അതായത് എങ്ങനെ ഓഡീഷൻ വരെ എത്തും, ഓഡീഷൻ ഉണ്ട് എന്നറിയും എന്ന് പോലും എനിക്ക് അറിയില്ല. അതാണല്ലോ എല്ലാവരുടെയും ബേസിക്കലി സിനിമയിലേക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓഡീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഡീഷൻ ഉണ്ട് എന്ന് ചിന്തിച്ച് നിൽക്കാതെ മീനാക്ഷി വാസ് എന്താ പറയാ അതിലേക്കൊരു എഫേർട്ട് ഇടുമായിരുന്നു. അപ്പൊ ആ കഥ പറയാമോ? ലൈക്ക് ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു എനിക്ക് ആ കഥ അറിയാം, പക്ഷെ ഞാനത് പറഞ്ഞ പോകും. അതെന്താ അറിയോ, അതെനിക്ക് തോന്നുന്നത് പണ്ട് റോബിൻ ശർമ്മയോ ആരുടെയോ ഒരു 5 AM ക്ലബിലോ എങ്ങാണ്ടോ എനിക്ക് കുറച്ച് പ്രൊഡക്ടിവിറ്റി ഭ്രാന്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇത് വായിച്ചപ്പം ഗോ ദാറ്റ് എക്സ്ട്രാ മൈൽ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഗോ ദാറ്റ് എക്സ്ട്രാ മൈൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ഓഡിഷൻ ഞാൻ കാസ്റ്റിംഗ് കോളിന് എന്തോ അയച്ചു കൊടുത്താണ്. അപ്പോൾ കാസ്റ്റിംഗ് കോളിന് അയച്ചു കൊടുത്താലും വിളിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ള അറിയാമല്ലോ. അപ്പം ആ കാസ്റ്റിംഗ് കോളിന് അയച്ചു കൊടുത്തിട്ട് വിളിക്കുന്ന തന്നെ നമുക്ക് വിന്ന സത്യം. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അങ്കമാലി ആക്സെൻ്റ് ഉള്ള ആക്ടറിനെയാണ് നമ്മൾ നോക്കുന്നത്, എന്തായാലും കുട്ടി വരൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഞാൻ എപ്പോഴും പിന്നെ ഒരു ക്രാക്ക് ഉണ്ട്, നമ്മൾ ഓഡിഷന് വിഷമാവാതിരിക്കും. കാരണം പല ഓഡിഷനും ചിലപ്പോൾ പോകുമ്പോൾ നമുക്ക് വിഷമാവും.
ഡിസ്ഹാർട്ടൻഡ് ആയിട്ട് ഒരു ഓഡീഷൻ റീസെന്റ് ഒരു ഫെബ്രുവരിയിൽ എന്തോ ഞാൻ പോയ സമയത്ത് അത് മറ്റേ മാസ് ഓഡീഷനായിരുന്നു. അങ്ങനെയുള്ളതിൽ പോവുകയെ ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയും, സത്യമായിട്ടും അതെ. അതിന് പോയിട്ട് ഞാൻ അന്ന് ഉറപ്പിച്ചു, മേ ബി ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, ഞാൻ ഇവിടെ പോഡ്കാസ്റ്റ് ഒക്കെ നടത്തി ജീവിക്കാം, അഭിനയം എൻ്റെ ആയിരിക്കില്ല എന്ന് വരെ ചിന്തിച്ച നിമിഷമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറെ ഓഡീഷൻ ഞാൻ ക്രാക്ക് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ അത് കണ്ടിട്ട് ഇതിന് പോയില്ലായിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, ഓഡിഷനെ നമ്മൾ, അതായത് ഞാൻ ബൈജൂസിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സെയിൽസ് ജോബായിരുന്നു. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ എവറി ഡേ നമ്മൾ ഒരു 100 കോളെങ്കിലും വിളിക്കണം. അതില് ഒരു 80 പേര് ചിലപ്പോൾ ഫോൺ എടുക്കില്ല. അതിലൊരു 50 പേര് ഫോൺ എടുത്താലും ചിലപ്പോൾ ഓക്കെ താല്പര്യമില്ല, കട്ട് ചെയ്യും. എന്നിട്ട് ഒരു 5 എണ്ണമൊക്കെ ആയിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള. അതിലൊരു 3 പേരിൽ ഒരാളായിരിക്കും ചിലപ്പോൾ അത് മേടിക്കുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് അത് ഇച്ചിരി ട്രോമാറ്റിക്കും സ്ട്രെസ്ഫുള്ളും ആയിരുന്നെങ്കിൽ എല്ലാം നമുക്ക് എന്തെങ്കിലും എക്സാക്ട്ലി എനിക്കത് മെയിനായിട്ട് പഠിച്ച കാര്യം റിജക്ഷനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു ഓ മൈ ഗോഡ്, ഇത്രയും നല്ലൊരു എന്താ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സെയിൽസ് വർക്ക് ചെയ്തോണ്ട് അപ്പോൾ 100 കോൾ വിളിച്ചതിൽ ഒരു സെയിൽസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പഠിച്ച കാര്യം റിജക്ഷൻ എങ്ങനെ. സത്യമായിട്ടും നമ്മൾ അങ്ങനെ ഒരു വിഷൻ വേണം ജീവിതത്തിൽ. സത്യമായിട്ട് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പഠിക്കാനുണ്ടാവും. ഞാൻ സത്യനന്ദിക്കാട് സിനിമകളുടെ ഭയങ്കര ഫാനാണ്. അതിലെല്ലാരും എല്ലാം നല്ല അവസാനം എല്ലാം കലങ്ങി തെളിയും. അപ്പം അതിന്റെ ആയിരിക്കും അതൊക്കെ കണ്ടാ വളർന്നേ. അപ്പൊ എനിക്ക് എന്ത് വന്നാലും അവസാനം എന്താ ചത്തുപോലെ ഉള്ളൂ. എന്തായാലും മണ്ണിന്റെ അടിയിലോട്ട് പോകും. അപ്പൊ ഇതിന്ന് എടുക്കാൻ പറ്റുന്ന ആകെയുള്ളൊരു പോസിറ്റീവ് കാര്യം റിജക്ഷൻ എങ്ങനെ ഫേസ് ചെയ്യാന്ന്. അപ്പം ഈ ഓഡിഷനും എല്ലാ ഓഡിഷനെയും നമ്മൾ ഒരു വർക്കായിട്ട് തന്നെ കാണുക, അല്ലെങ്കിൽ ഒരു നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അങ്ങനെ കണ്ടാൽ മതി. ഒരു സ്പേസ് ടു പ്രാക്ടീസ്. എക്സാക്ട്ലി, ആക്ടിങ് പ്രാക്ടീസ് ഒരു ഗെയിം ആയിട്ട് കണ്ടാ. അപ്പൊ ഈ ഓഡിഷനെ ഞാൻ കണ്ട ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുക, ഓ മീനു നീ വലിയ സ്റ്റാർ ആയി കഴിയുമ്പോൾ ഒരു വലിയ ഡയറക്ടർ വന്നിട്ട് പറയുകയാണ് ഈ ആക്സെന്റ് വേണം, അപ്പോൾ ആ പ്രോബ്ലത്തിനെ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടു നോക്ക്. ആക്സെന്റ് പഠിക്കണം എന്ന് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ ഒബ്സ്റ്റാക്കിളിൽ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കുന്നു വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പണിയില്ലാതിരിക്കുകയാണ്, ചുമ്മാ അങ്കമാലി പോകാം എന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് അവിടെ അങ്കമാലി തന്നെ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളീനെ കൂട്ടിയിട്ട് ഞാൻ അങ്കമാലി ചുമ്മാ കറങ്ങി. എന്നിട്ട് മറ്റേ ഇറച്ചി വെട്ടുകാരുടെ അടുത്തും മറ്റേ മൊബൈൽ ഷോപ്പിലെ ചേട്ടന്മാരുടെ അടുത്തും ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ചേച്ചിമാരുടെ അടുത്തൊക്കെ. എന്നിട്ട് അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പം അവർ കുറേ നേരം ഞാൻ സംസാരിച്ചു, ഇതാണോ ചേച്ചി അതാണോ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത്, അത് എത്തിക്കലാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വോയിസ് റെക്കോർഡാണ് ചെയ്തത്. എന്നിട്ട് അവരവസാനം ഞാൻ മേടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യം വന്നു. മറ്റേ അവർ ഇത്രയും നേരം സംസാരിച്ചിട്ട് പിന്നെ അങ്കമാലി ഡയറീസിലെ തല്ലൊക്കെ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ എങ്ങാനും തല്ലിയാലോ വെച്ചിട്ട് ഞാൻ കുറച്ച് പന്ന ഷർട്ടൊക്കെ മേടിച്ചു അവിടെ നിന്ന്. അതെ, എന്നിട്ട് മേടിച്ച് ഞാൻ ഇറങ്ങി. ഞാനിങ്ങനെ ചുമ്മാ ഓക്കെ ഇപ്പൊ പഠിക്കാനുള്ള ഡേറ്റ ആയല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ ആ അസോസിയേറ്റിനെ ഒന്നുകൂടെ വിളിച്ചു. ഇവിടെ അങ്കമാലി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അങ്കമാലി ആക്സെന്റ് ഉള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഞാൻ ചോദിച്ചു, അങ്കമാലി ആക്സെന്റ് കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു നേറ്റീവ് അങ്കമാലിക്കാരിയെ അല്ലെങ്കിൽ കാരനെ അറിയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നമ്മുടെ ഡയറക്ടർ തന്നെ ഉണ്ടല്ലോ, ഇപ്പം എവിടെ നിൽക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു അങ്കമാലി ബസ് സ്റ്റോപ്പിൽ അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു നല്ല കളർ എന്ന് പറഞ്ഞാൽ കുറെ പ്രിന്റ് ഉള്ള ഷർട്ടൊക്കെ ഇട്ട് ഒരു ഭയങ്കര സുന്ദരി, ഷർട്ടും പാൻസും ഒക്കെ ഇട്ടിട്ട് നല്ല മുടിയൊക്കെ പോണിറ്റെയിലൊക്കെ കിട്ടിയിട്ട് ഒരു സ്മാർട്ട് വുമൺ ഇങ്ങനെ നടന്നു വരിക. അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്ന് ഞങ്ങൾ ചിരിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. അപ്പം സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇതുപോലെ പെട്ടെന്ന് ക്ലിക്കായി. കുറേ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി അതൊക്കെ എന്താ വീട്ടിൽ പറയുന്നത്, നമ്മുടെ സ്ഥിരം എന്ത് ചെയ്യാനാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അതിന് ശിവ പറഞ്ഞു നമുക്ക് നോക്കാം, ഓഡിഷൻ കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ ഓഡിഷൻ ചെയ്തു. അപ്പം അതൊരു നല്ല ഓഡിഷൻ ആയിരുന്നു. എനിക്ക് ആ ഓഡിഷൻ കഴിഞ്ഞപ്പം ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് അങ്ങനെ കോളൊന്നും വന്നില്ല. പക്ഷെ പിന്നെ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ആ ഓഡിഷന് എന്നേക്കാൾ നന്നായി പെർഫോം ചെയ്ത ആക്ടേഴ്സ് ഉണ്ടായിരുന്നു.
പക്ഷെ ഇവര് തമ്മിൽ ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ അബൂക്ക ആയിട്ടും ഡിസ്കസ് ചെയ്തപ്പം അവർ പറഞ്ഞ ശിവരഞ്ജിനി പറഞ്ഞ ആ കുട്ടി ഓഡിഷന് മുമ്പ് മറ്റേ ഇവിടെ വന്ന് ഇങ്ങനെ അങ്കമാലി ആക്സെൻ്റ് ഒക്കെ പഠിക്കാൻ നോക്കി. അപ്പോൾ അബൂക്ക പറഞ്ഞു അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ വെച്ചാൽ മതി, വേറെ ആരും ചിലപ്പോൾ അത്രയും പണിയെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടത് എനിക്ക് വലിയ ലെസണായി. കാരണം എന്തൊക്കെയായാലും നമ്മൾ എവിടെ പോയാലും നമ്മളെക്കാട്ടി നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഇപ്പം എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും ഉണ്ടാവും. അപ്പം വാട്ട് സെറ്റ്സ് അസ് അപ്പാർട്ട് ഇസ് വാട്ട് വി ബ്രിങ് ടു ദ ടേബിൾ, ഹൗ വി മാനേജ് ദ ഒബ്സ്റ്റാക്കിൾസ്, അല്ലെങ്കിൽ ഹൗ വി വർക്ക് ഹാർഡ്. സത്യം. ഞാനും ഈയിടെ ഇത് പറഞ്ഞായിരുന്നു. എല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ്, എല്ലാവർക്കും ഇപ്പം കഴിവുണ്ട്, എല്ലാവർക്കും കഴിവ് കൂട്ടാനുള്ള നമുക്കുള്ള പോലെ തന്നെയുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കും ഉണ്ട്. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിൽ നമ്മൾ എന്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിലേ കാര്യമുള്ളൂ. സൗന്ദര്യത്തെ കാര്യമില്ല, കഴിവി കാര്യമില്ല, നമ്മൾ എങ്ങനെ അതിനെ എക്സ്ട്രാ ആക്കി എടുക്കുന്നു എന്നുള്ളതിന് മാത്രമേ കാര്യമുള്ളൂ. സത്യമാണ്. അപ്പം അതാണ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിരുന്ന് പഠിക്കാൻ പോവാണ്, ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടേ, നീ അന്നിൽ ഞാനുണ്ട്, നീ അവിടെ നില്ല. ഞാൻ ഫുള്ള് പറഞ്ഞു എന്നെക്കുറിച്ചും സിനിമയെക്കുറിച്ചും എങ്ങനെ സിനിമയിലെത്തി എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. സിനിമയെക്കുറിച്ചും ആക്ച്വലി ഞാൻ സിനിമയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അതെ ഏറ്റവും കൂടുതൽ അവസാനം ഒരു കുറച്ചായപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ഇനി എന്നെക്കുറിച്ച് ഒരു 2 വാക്ക് എന്നുള്ളതിൽ മാത്രം. അതും ഇത്രയും പറഞ്ഞുള്ളൂ. ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, ബൈജൂസിൽ ജോലി ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബൈജൂസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇത്ര രൂപ എൻ്റെ ബാങ്ക് ബാലൻസ് ആവുന്ന സമയത്ത് ഞാൻ നിർത്തി ആക്ടിങ് പഠിക്കാൻ പോകും എന്ന് പറഞ്ഞു. അല്ലേ, ആക്ടിങ് പഠിക്കാൻ പറ്റുമോ? ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യം, ആക്ടിങ് പഠിക്കാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ആക്ടേഴ്സാ. സത്യമായിട്ടും അതെ. കാരണം അമ്മയോടൊക്കെ എടുത്ത് എന്തായിരുന്നു, നീ ഹോംവർക്ക് എല്ലാം എഴുതിയോ? എല്ലാം എഴുതി, നാളത്തെയും മറ്റന്നാളത്തെയും എഴുതി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. എന്തോരം കള്ളം പറയുന്ന ആൾക്കാരാണ് നമ്മള്. പിന്നെ ആകെ വേണ്ടത് ഇൻഹിബിഷൻസ് ഉണ്ടാവാതിരിക്കുക. ക്യാമറ ഇത്ര എണ്ണം കാണുമ്പോൾ നമ്മുടെ ഒരു നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയൊരു സ്ഥലമാണ് തിയേറ്റർ. കാരണം ഭയങ്കര പേടിയാവും നമുക്ക്. കാരണം അവിടെ ഇത്രയും പോലെ ഒരു കട്ടില്ല, എഡിറ്റില്ല, ഡബില്ല, ഒരു കുന്തവും ഇല്ല. അപ്പം തിയേറ്റർ പ്രാക്ടീസ്, രസ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട് തൃപ്പൂണിത്തുറയിൽ. അപ്പം അവരുടെ കൂടെ ഞാൻ ഒരു 2020 എനിക്ക് വർഷം ഓർമ്മയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ച കാലം മുതലെന്നുള്ള പോലെയാണ്. കാരണം അവിടുന്ന് എനിക്കൊരു റീബർത്ത് പോലെയാണ് തോന്നിയത്. കാരണം തിയേറ്റർ പ്രാക്ടീസ് നമുക്ക് ചെയ്യുമ്പം നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കും. നമുക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും ഭയങ്കര സെൽഫ് റിഫ്ലക്ഷനും ഉണ്ടാവും. അയ്യോ, എനിക്കത് ഭയങ്കര മൈൻഡ് ചേഞ്ചിങ് ആയിരുന്നു. അത് ആക്ടേഴ്സ് ആവണമെന്നില്ല, ആക്ച്വലി കൊച്ചു പിള്ളേർക്ക് വരെ നമ്മൾ തിയേറ്റർ കൊച്ചിലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കുറേ ഇൻഹിബിഷൻസ് അവരുടെ പോകും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നല്ലതാവും. പല കാര്യങ്ങളും അങ്ങ് ഉടച്ച് കളയും തിയേറ്റർ. അപ്പം അവിടെയുള്ള തിയേറ്റർ ചെയ്യുന്നവരൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് തോന്നുന്നത്. എല്ലാരും ഇന്റലിജന്റ്. അവര് എളിമ അല്ല, ഞാൻ ആലോചിക്കുമ്പോ എല്ലാവർക്കും ഒരു ഇന്റലിജന്റ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തെ കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അത് കറക്റ്റ് രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് പേടിയാ. ആക്ച്വലി ആറ്റിറ്റ്യൂഡേ ഉള്ളൂ. എല്ലാവർക്കും ഇന്റലിജൻസും ബാക്കി 24 മണിക്കൂറും ഒക്കെ സമയമൊക്കെ ഉണ്ട്. പേഷ്യൻസും പിന്നെ കറേജ് ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇച്ചിരി പാടാണ്. അവിടെയാണ് നമ്മള് തൊലിക്കട്ടി വേണം. അല്ലാതെ ഈ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണമെങ്കിൽ നല്ല തൊലിക്കട്ടി വേണം. അല്ലേ, അതൊരു ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തന്നെ ഒരു ഓൺട്രപ്രണറിന് വേണ്ട അതേ സ്കിൽസും. ഓൺട്രപ്രണർ ആണ്, ഒരു ബിസിനസ് റൺ ചെയ്യുവാണ്. അപ്പം അതിന് എന്തോരം തൊലിക്കെട്ടി വേണം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം. അതാ ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി ചാനലുകൾ വേറെ ആൾക്കാർ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട്. ബട്ട് വാട്ട് സെറ്റ്സ് യു അപ്പാർട്ട് ഇസ് ദിസ്. ഈ ഒരു കംഫർട്ട് ലെവലിൽ ഞാൻ അപർണയുടെ ഓൾമോസ്റ്റ് എല്ലാ പോഡ്കാസ്റ്റും കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാവരും ഇങ്ങനെ ഞാൻ ഒരു കാലും ഇങ്ങനെയൊക്കെ കയറ്റിയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതേ ഈസിലാണ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ കൊടുത്ത ചില ഇൻ്റർവ്യൂസിലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കണ്ണി നോക്കി അടുത്ത ചോദ്യം എന്താ എന്നുള്ളത് ഇങ്ങനെ മിന്നി മറിയുന്നത്. പക്ഷെ അവരുടെ അടുത്ത് അങ്ങനെ തോന്നില്ല. കാരണം
റിസർച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ഒരു 10 ബ്രൗണി പോയിന്റ്സ് കൂടുതലാണ്. അല്ല അത് പുകഴ്ത്തുന്ന എപ്പിസോഡല്ല. അല്ലല്ല, ആൾക്കാർക്ക് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുള്ളതാണ്. പക്ഷെ യു ആർ ഫോക്കസിങ് മോർ ഓൺ ക്വാളിറ്റി. ദാറ്റ് ഇസ് വാട്ട് സെറ്റ്സ് യു അപ്പാർട്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാം എന്ന് തീരുമാനിക്കും. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ മോട്ടീവിൽ നിന്ന് മാറിക്കഴിഞ്ഞ പിന്നെ നമ്മൾ 2 വർഷം മുന്നേ ഉള്ള അപർണയോട് ഞാൻ എന്ത് ഉത്തരം കൊടുക്കും? മനസ്സിലായില്ലേ? വ്യൂസ് ചിലപ്പോൾ ഡ്രോപ്പ് ആവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഓഡീഷൻ എത്തി, സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ സിനിമ ഷൂട്ടിങ്ങിലേക്ക് ഇനിയും കിടക്കാം. സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ഇറങ്ങിയിട്ടില്ല, കൊമേഴ്ഷ്യലി ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ പറഞ്ഞു അത് റിലീസ് ആവുന്നതേ ഉള്ളൂ, സെപ്റ്റംബറിലായിരിക്കും അല്ലേ? ഹോപ്പ്ഫുള്ളി. അപ്പൊ എന്തായാലും അത് കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം സ്പോയിലർ ഒന്നും ഞാൻ തരുന്നില്ല. പക്ഷേ ആ സിനിമ കുറെ സിംഗിൾ ഷോട്ടിൽ എടുത്തിട്ടുണ്ട്, ലോങ് ടേക്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു റിഹേഴ്സൽസും ആ ഒരു മൊമെന്റിൽ ടേക്ക്? ഇപ്പൊ ആക്ഷൻ പറഞ്ഞു, സിംഗിൾ ടേക്ക് ആണ്, റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് ടേക്ക് പോവാണ്. ഒരു സാധനം തെറ്റിയാൽ പിന്നെയും ആദ്യം തൊട്ടെടുക്കണ്ടേ, ഒരു 5 മിനിറ്റ് മുന്നേ ഉള്ളത് തൊട്ടെടുക്കണ്ടേ. അപ്പൊ ആ ഒരു പ്രഷർ എങ്ങനെയാ ഹാൻഡിൽ ചെയ്ത്? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഹോൾ എക്സ്പീരിയൻസ്? അയ്യോ, ഞാൻ എവിടുന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞില്ലേ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് ആക്ച്വലി ശിവരഞ്ജിനിയുടെ ബ്രില്യൻസ് ആണത്. ശിവരഞ്ജിനി അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുത്ത്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറെ വട്ടുള്ളവര് ഒരു പടത്തിൽ എങ്ങനെ ശരിക്കും എല്ലാരും വിയർഡ്ലി വയേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. സിനിമാറ്റോഗ്രാഫർ, AD എല്ലാരും. അപ്പം ഞങ്ങള് രാവിലെ പോകും. ഇവര് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവയ്ക്കും ആനന്ദാണ് സിനിമാറ്റോഗ്രാഫർ. അപ്പം ശിവരഞ്ജിനി ആനന്ദരവിയും കുറേ നാൾ മുന്നേ ഇവര് മറ്റേ മിനിയേച്ചർ പപ്പറ്റ്സ് ഇല്ലേ, എല്ലാ ക്യാരക്ടേഴ്സിന്റെ മിനിയേച്ചറും ആ ഫുൾ ബാത്റൂമിന്റെ എന്താണ് ബ്യൂട്ടി പാർലറിന്റെ ഒരു കുഞ്ഞ് വിക്ടോറിയ സീക്രട്ട് ക്ഷമിക്കാം. അപ്പൊ ഒരു കുഞ്ഞ് മിനിയേച്ചർ പാർലർ ഉണ്ടാക്കിയിട്ട് ഇവർ ഇത് വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ ആ സമയത്ത് വിക്ടോറിയ ഇങ്ങനെ നടന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആദ്യം എനിക്ക് ഇത് വെച്ചിട്ട് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഇവരെന്ത് തേങ്ങയെ പറയുന്നതെന്ന് തോന്നിയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായി അത് കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഷൂട്ടിൻ്റെ സമയത്ത് ആദ്യം ശിവയും ആനന്ദും, ശിവയുടെ ടീമും AD ടീമും പിന്നെ ആനന്ദിൻ്റെ ക്യാമറ ടീം, ഇവരൊക്കെ കൂടെ ഒരു റിഹേഴ്സൽ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ടേഴ്സ് വരും. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ആനന്ദിൻ്റെ ടീമും ഞങ്ങളും കൂടെ ഇരുന്ന് കുറേ നേരം റിഹേഴ്സൽ ചെയ്യും. അപ്പം രാവിലെ പ്രൊഡക്ഷനൊക്കെ ആദ്യം ഇതെന്താണ് ഇവർ രാവിലെ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല, ഒറ്റ ഷോട്ടേ എടുക്കാനുള്ളൂ. അപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടൊരു 6 മണിക്കൊക്കെയാണ് ചില സമയത്ത് ഷോട്ട് വെക്കുന്നത്. എന്നിട്ട് ഒരു 3 ടേക്ക് 4 ടേക്കിൽ പരിപാടി തീരും. എന്നിട്ട് അത് അത്രയും റിഗറസ് റിഹേഴ്സലും എല്ലാവർക്കും ശിവ കൃത്യമായിട്ട് എല്ലാവരുടെ അടുത്തുനിന്നും എന്താണ് ശിവ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റും. ഭയങ്കര ഐ തിങ്ക് യു ഷുഡ് ഹാവ് എ പോഡ്കാസ്റ്റ് വിത്ത് ഹെർ ഓൾസോ. ഭയങ്കര ഇൻ്റലിജൻറ്റും ഭയങ്കര വിഷനും ഉള്ളൊരു ഡയറക്ടറാണ് ശിവ. വിക്ടോറിയയെ പറ്റി പറയുന്ന ശിവയുടെ കുറച്ച് ചോയ്സ് ഓഫ് വേർഡ്സ് ഉണ്ട് വിക്ടോറിയനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന. അത് തന്നെ ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൻപുട്ടാ. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഇമോഷണലിയും ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ കൂടെ അത്രയും ക്ലോസ്ലി വർക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ആൺ ഡയറക്ടർ ആണെങ്കിൽ എനിക്കത് അത്രയും പറ്റില്ലായിരുന്നു. ശരിയാ, ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നെങ്കിലും പറ്റില്ലായിരുന്നു. പിന്നെ ശിവ ഭയങ്കര പേഴ്സണൽ ലെവലിൽ നിന്നാണ് ഈ സിനിമ എഴുതിയേക്കുന്നതും. ശിവയുടെ തന്നെ ജീവിതത്തിലുള്ള ആങ്സൈറ്റി, ശിവ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഡീൽ ചെയ്യുന്ന രീതിയൊക്കെ വെച്ചിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ എല്ലാ ദിവസവും ഡിന്നർ കഴിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് ബെറ്റർ ആക്കാമായിരുന്നു നമ്മുടെ ഷൂട്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. അങ്ങനെ ശിവേനെ ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് മനസ്സിലാക്കാൻ കൂടെ പറ്റിയതുകൊണ്ടാണ് വിക്ടോറിയ നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പം ഒറ്റ ടേക്ക് ആയിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ ഒരു ചാലഞ്ച് എന്താണെന്നൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. അന്ന് ഞാൻ എക്സൈറ്റഡായി ഇത് ചെയ്തെടുക്കണം എന്നുള്ള. അത് ഡിഫിക്കൾട്ട് ആയിരുന്നു ഒബ്വിയസ്ലി. അത് ആ സമയത്ത്
നമ്മൾ അറിയുന്നില്ല ആ ഡിഫിക്കൽട്ടിയുടെ ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പോൾ അങ്ങനെയാണ് ബുദ്ധിമുട്ട് അറിയില്ലല്ലോ. മാത്രമല്ല ബ്യൂട്ടീഷ്യനായിട്ട് 1 മാസം പോയി നിന്ന് ജോലി പഠിച്ചു, പെഡിക്യൂർ മാനിക്യൂർ ത്രെഡിങ് എല്ലാം പഠിച്ചല്ലേ. അത് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് ചില ആക്ടേഴ്സൊക്കെ ഇപ്പം ആലിയ ഭട്ട് മറ്റേ പടം ഗംഗുബായി ചെയ്യുന്നതിന് മുന്നേ ഇന്ററാക്ഷൻസ് നടത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ എന്താ പറയാ, അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബ്യൂട്ടീഷ്യനായിട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ഇന്ററാക്ട് ചെയ്തിട്ട് വിടാമായിരുന്നു. പക്ഷേ പോയി നിന്ന് 1 മാസം ആ കോഴ്സ് പോലെ പഠിച്ചിട്ട് വന്നല്ലേ, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, ശരിക്കും ഹെൽപ്പ് ചെയ്തു എന്ന് അറിയാം. പക്ഷേ അതെങ്ങനെയാണത് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ വിക്ടോറിയ ആസ് എ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ശിവ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ അവിടെ എന്താണ് നമുക്ക് കൂടുതൽ ചെയ്യാം, എക്സ്ട്രാ മൈൽ. അപ്പൊ എക്സ്ട്രാ മൈൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ നുവാൻസസിലാണ് പിടിക്കും. ഇവർ ഈ ത്രെഡ് കടിച്ചു പിടിച്ച് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമല്ലോ. അപ്പം അതൊക്കെ നമ്മൾ കൊച്ചിലെ അല്ലെങ്കിലും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകാൻ തുടങ്ങിയ കാലത്തെ നമ്മൾ കാണുമല്ലോ. അപ്പൊ അതിനൊരു സ്പീഡുണ്ട്. അപ്പൊ വിക്ടോറിയ എന്ന് പറഞ്ഞ കടിച്ചു പിടിച്ച് എന്ന് കാണിച്ചില്ലേ, അപ്പൊ എനിക്കത് കടിച്ചു പിടിച്ച പോലെ ഫീൽ കിട്ടി സത്യമായിട്ടും. കഷ്ടപ്പെട്ട് പഠിച്ചതാണൊക്കെ. അപ്പം അത് ഞാൻ എപ്പോഴും ഇപ്പം ഷൂട്ടിന്റെ ഇടയിൽ പോയി പിന്നെയും പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഒരു ത്രെഡ് കൈ പിടിക്കുമായിരുന്നു. എനിക്ക് ഒന്നും പറ്റില്ല. എൻ്റെ പെഡിക്യൂറും മാനിക്യൂറും തെറ്റിയാലും ഈ ത്രെഡ് ചെയ്യുന്നത് തെറ്റരുത് എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ അപ്പൊ ഞാൻ വെറുതെ സമയം കിട്ടുമ്പോ ഒക്കെ ഈ സാധനം ചെയ്യും. ഈ കടിച്ചു പിടിച്ചുള്ള ഈ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കും. അതെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുക. കാരണം അതാ നമ്മളെ ആക്ടേഴ്സിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇതും കൂടെ ഡയറക്ടർ പറഞ്ഞു തരേണ്ട അവസ്ഥ വരുന്ന മോശമല്ലേ? അതെ, സത്യം. അതും ഇത്രയും ഇൻറ്റൻസ് ആയിട്ട്. അതായത് ഈ സിനിമയിൽ ഒരു വിക്ടോറിയ ആണല്ലോ മെയിൻ കഥ, ഇങ്ങനെ കൊണ്ടുപോകുവാണല്ലോ. ഒന്നാമത്തെ സിംഗിൾ ഷോട്ട് ആകുമ്പോൾ ഫുള്ളി ഫോളോ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പൊ ഈവൻ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും എന്താ പറയാ, പാളിപ്പോകാം, പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആക്കാനും, പെർഫെക്റ്റ് അല്ല, നമുക്കത് നമ്മൾക്കൊരു എപ്പോഴും തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫോമൻസ് ആയിട്ട് വെക്കാൻ പറ്റല്ലേ. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാനേ പറ്റില്ല. അങ്ങനെയല്ല, അത് പറ്റും. അത് ഈ ക്രൂവും ഇപ്പം സിനിമാറ്റോഗ്രാഫർ ഉണ്ട് ആനന്ദ് രവി. ഇപ്പം നമുക്ക് ഇത്രയും ദൂരം നടക്കണം, പല കാര്യങ്ങളും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടി വരും. അപ്പം ഇവര് രണ്ടുപേരും ശിവയും ആനന്ദും നേരത്തെ പ്രാക്ടീസ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ ഇത് എൻ്റെ കൂടെ ഇനി പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞാൽ ക്യാമറ മിക്കപ്പോഴും ക്യാമറ ഹാൻഡ് ഹെൽഡും കൂടെ ആയിരുന്നു. അപ്പൊ അത് വലിയൊരു സാധനം പിടിച്ച് നടക്കുന്ന ഒരാളും കൂടെ ഉണ്ട് അതിന്റെ പുറകില്. അപ്പം പുള്ളി A to B, നമുക്ക് അന്ന് A to B ആദ്യം ക്രാക്ക് ചെയ്യാം. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ വിക്ടോറിയ എന്ത് ചെയ്യും, ഫ്രിഡ്ജ് തുറന്ന് ഇതെടുക്കുവാണ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം ആ A to B മാത്രം കുറേ നേരം പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് B to C, എന്നിട്ട് C to D, അങ്ങനെ ഇരുന്ന് ഓരോന്നും ക്രാക്ക് ചെയ്ത ഒരു ക്യാമറ ടീമും ഉണ്ട്. അപ്പോൾ അത്രയും പേരുടെ എഫേർട്ടാ. അപ്പൊ നമ്മൾ തെറ്റ് വരുത്തില്ല, നമുക്ക് മനസ്സിലാവും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താന്നുള്ളത്. പിന്നെ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ കാരണം ബിക്കോസ് ദേ ആർ ഡൂയിങ് ദെയർ ജോബ്. നമ്മൾ ഇനി അത് ചിന്തിക്കണ്ട, നമ്മൾ ഇതാണ് ചെയ്യുന്നത്, A to B പോണം, B to C അല്ലേ. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ. അല്ല, നമ്മൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി വരുമ്പം നമ്മൾ വേറെ കൂടുതൽ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ജീവിതം നമ്മളെ ആ നിലയിലെത്തിക്കും. നമ്മളത് ചെയ്തു പോകും. നമ്മൾ ഈ സിനിമയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വുമൺ, ഈ എന്താ പറയാ, അവരുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് സപ്രസ് ചെയ്ത്, അതായത് ഇപ്പം അതൊരു സ്ത്രീ കഥാപാത്രത്തിൽ കൂടെ പറഞ്ഞാലും ഐ തിങ്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് ഞാൻ പറയുന്നത് ഒരു ബ്യൂട്ടി പാർലർ ഇസ് ദ റൈറ്റ് പ്ലേസ്. ഭയങ്കരമായിട്ടുള്ള റൈറ്റ് പ്ലേസ് ആണ് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ബിക്കോസ് അവരൊരു ദിവസം ചിരിച്ചു കളിച്ച് എത്ര പേരോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ആരാ അങ്ങനത്തെ ഒരു സെക്ടർ പറയാൻ പറ്റുന്നത്, എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറെ ആലോചിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ്, അതും റിസപ്ഷനിൽ എപ്പോഴും ചിരിച്ചോണ്ടല്ലേ കാണുന്നത്. എനിക്കറിയില്ല, അവരൊക്കെ ബാത്റൂമിൽ പോയി കരയുന്ന പരിപാടിയായിരിക്കും പിടിക്കുന്നത്, അല്ലാതെ എങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. പിന്നെ ആക്ടേഴ്സ് ഒബ്വിയസ്ലി ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം ഷാങ്കായി പോകുന്ന സമയത്ത് പോലും എനിക്ക് എന്താ പറയുക, കുറേ ടെൻഷനും ആങ്സൈറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ കാണുന്ന ആ അവാർഡ് ആക്സെപ്റ്റൻസ്, അതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി കൂടി ഞാൻ കരയുകയൊക്കെ ആയിരുന്നു. അപ്പം എല്ലാരും ആർ ഗോയിങ് ത്രൂ സംതിങ് ഓൾ ദ ടൈം. അപ്പം ഇറ്റ് ടേക്സ് എ ലോട്ട്
ഇങ്ങനെ ഇരുന്ന് പ്രസന്റബിൾ ആവുക എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്കും സർവീസ് സെക്ടറിലുള്ള ആൾക്കാരോട് കുറച്ചുകൂടെ ഒരു എംപത്തിയോടുകൂടി അവരെ കാണാൻ പറ്റുന്നുണ്ട്. അക്ഷയ സെന്ററിലെ ചേച്ചിയെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അയ്യോ അതറിയില്ല, അത് ചിലപ്പം സപ്രസ്ഡ് ആയിട്ടുള്ള ആങ്കർ ആയിരിക്കും അല്ലേ, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും അവർക്കും ബുദ്ധിമുട്ട്. അവര് എന്ന് പറഞ്ഞാൽ ഈ പ്രിന്ററിന്റെ ശബ്ദം ഇത് അവിടുന്ന് എഴുന്നേക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അതിന്റെ രോക്ഷമാണ് നമ്മളോടും തീർക്കുന്നത്. അവരുടെ വർക്ക് എൻവയൺമെന്റ് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ ചിലപ്പോൾ നമുക്ക് നല്ല കസ്റ്റമർ സർവീസ്, കുറച്ചുകൂടെ ഫാസ്റ്റ് കമ്പ്യൂട്ടർ കൊടുത്തു തന്നെ. ഇത് ലോഡ് ആവുന്നില്ല. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ, അതേ സാധനം തന്നെ ആയിരിക്കും അവർക്ക്. അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയത് സത്യം പറഞ്ഞ വിക്ടോറിയയ്ക്ക് ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ ഈ. അതെ, കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ കൺസ്യൂമർ സെക്ഷനിൽ നിൽക്കുന്ന മനുഷ്യർ കുറെ പേരുണ്ട്. അപ്പൊ അവർക്കറിയില്ല ഈ സർവീസ് സെക്ടറിൽ നിന്ന് തരുന്നവരുടെ അവരും മനുഷ്യരാണ് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ വേണം. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇപ്പം ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലറിലെ ചേച്ചി അല്ലെങ്കിൽ ആ ചേച്ചി എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെയാ, മനസ്സിലായില്ലേ, ചേച്ചി ഞാൻ നാളെ വരുന്നുണ്ടേ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ മനസ്സിലായില്ലേ, അങ്ങനെ നമുക്കൊരു ഹ്യൂമനൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അത് വിക്ടോറിയക്ക് ചിലപ്പം അത് പുറത്തേക്ക് വരുമ്പം പറ്റുമായിരിക്കും അല്ലേ, മനുഷ്യരിൽ ഒത്തിരി. പിന്നെ നമ്മൾ ഈ വിമൻ പെർസ്പെക്റ്റീവിലുള്ള ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സ്ത്രീകളാണെങ്കിലും, പണ്ടും നമ്മൾ സിനിമയിൽ സ്ത്രീകളെ കാണാറുണ്ട്, പക്ഷെ അതും പുരുഷന്മാരുടെ പെർസ്പെക്റ്റീവ് നിന്നാണ്. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് പോലും, നമ്മൾ കണ്ടിരിക്കുന്ന സ്ത്രീകളെ പോലും പുരുഷന്മാരുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ആലോചിക്കുക. അപ്പം അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ശിവരഞ്ജനിയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്, ഡയറക്ടർ ചെയ്തിരിക്കുന്നു, എഡിറ്റ് ചെയ്തിരിക്കുന്നത് 3 ശിവരഞ്ജനിയാണ്. അപ്പം ഭയങ്കര സ്ട്രോങ് ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഉള്ള സിനിമയാണ്. അപ്പം ഇങ്ങനത്തെ സിനിമകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മളിപ്പോൾ ഇടയ്ക്ക് പറയില്ലേ, നമ്മൾ ഫെമിനിസം എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള സോഴ്സുകൾ നമ്മൾ കൊടുക്കണ്ടേ, ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സിനിമ ഭയങ്കര നല്ല മീഡിയ ആണ്, ഭയങ്കര പവർഫുൾ മീഡിയ, ആ പെർസ്പെക്റ്റീവ് നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പം കഴിഞ്ഞ ദിവസമല്ല കുറെ നാൾ മുന്നേ ശ്രേയ ഘോഷാൽ പറഞ്ഞില്ലേ, ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ എഴുതുന്ന ലിറിക്സ് പോലും എഴുതിയിട്ടുണ്ടാവുക മെയിൽ അപ്പൊ നമ്മൾ പ്രേമിക്കാൻ പഠിക്കുന്നത് ചില സമയത്ത് പാട്ടുകളിലൂടെയല്ലേ, പക്ഷെ അതും നമ്മൾ ചിലപ്പോൾ പ്രേമിക്കുന്നത് പോലും അവരുടെ ഒരു രീതിയിൽ, അവർക്ക് വേണ്ട രീതിയിൽ. അപ്പം അത് മാറണമെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാ ലീഡർഷിപ്പ് പവർഫുൾ റോൾസിലേക്ക്, പ്രൊഡ്യൂസറായിട്ട്, റൈറ്ററായിട്ട്, ഡയറക്ടറായിട്ട്, ഇൻവെസ്റ്റേഴ്സിലൊക്കെ എല്ലായിടത്തും ഈ പ്രസൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കും അവർക്കും നമ്മളെ ആണുങ്ങൾക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ള ഭയങ്കര പവർഫുൾ മീഡിയ സിനിമ. അപ്പം KSFDC അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നല്ല കാര്യമാണ് ചെയ്യുന്നത്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ വിമൻ സിനിമ പ്രൊജക്റ്റ് എന്ന് പറയുന്ന കാര്യം. എല്ലാ വർഷവും അവര് 1.5 കോടിയോളം രൂപയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതവർ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ആലോചിക്കുന്നില്ല. അതെ, എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രൊഡ്യൂസർമാർക്ക് എന്തുകൊണ്ടാണ് ഈ വിഷമം, ഫീമെയിൽ തിരിച്ചു കിട്ടുമോ, ആള് കയറുമോ എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അപ്പം KSFDC നമ്മുടെ സർക്കാർ അങ്ങനെ അത്രയും നമുക്ക് ഒരു ഇട്ട് തരിക, നിങ്ങൾ അങ്ങ് ചെയ്യ് പടം എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല. അപ്പൊ അത് ഭയങ്കര ഫ്രീഡവും കൂടെ ആയിരുന്നു ഒരു തവണ. പിന്നെ ചെറിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു സാധാരണ പ്രൊഡക്ഷൻ ചെയ്യുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ ഇവർ തരുന്നൊരു അല്ല, അത് ശരിക്കും നോക്കുമ്പം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. എനിക്കൊന്നും ഇങ്ങനെ ബില്ല് പാസ്സാവുക അങ്ങനെയൊക്കെ ഒറ്റയടിക്കുന്ന പ്രൊഡ്യൂസർ ഞാനാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതായിരിക്കില്ല. പക്ഷെ സ്റ്റിൽ അതൊരു നമുക്കൊരു പ്രോപ്പർ പ്രൊസീജിയർ കാണുമല്ലോ മൂവി എക്സിക്യൂട്ട് ചെയ്യാൻ. അത് വേണം ആക്ച്വലി സിനിമയിൽ. കുറച്ചുകൂടെ എല്ലാം പേപ്പറിലാവുകയും എല്ലാം എഗ്രിമെന്റ് വൈസും ഒക്കെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ വർക്ക് കൾച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി സെറ്റായിരുന്നു. എന്നുവെച്ചാൽ ആർക്കും ഒരു എല്ലാരും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈറാർക്കി എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടായിരുന്നില്ല ഇതില്. ഹൈറാർക്കി ആവശ്യമാണ് ആ ജോലി എടുക്കാനായിട്ട്, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി ശിവയാണ് ഏറ്റവും ഹൈറാർക്കി ഏറ്റവും മുകളിലുള്ള പൊസിഷനിലുള്ള. അത് ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഹൈറാർക്കി, അല്ലാതെ ഒരാളുടെ മെക്കിട്ട് കയറാനുള്ള ഹൈറാർക്കി അല്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇമോഷണലി ഇന്റലിജന്റ് ആയ സെറ്റായിരുന്നു വിക്ടോറിയയുടേത്. കൊള്ളാം.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ ഒരു പുള്ളിക്കാരിയെ നേരിട്ട് കണ്ട സമയത്താണ് പുള്ളിക്കാരി മറ്റേ കേരള അസോസിയേഷൻ വുമൺ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേറൊരാളിൽ നിന്ന് ആദ്യം മീനാക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ പുള്ളിക്കാരിയും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി സെർച്ച് ചെയ്യാണ് സെറ്റുകളിൽ എത്ര പെൺകുട്ടികളുണ്ട്, ക്രൂ ഡിപ്പാർട്ട്മെന്റിൽ എത്ര കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. ശരിക്കും ഇപ്പൊ നമ്മള് പേര് എഴുതി വരുന്നതിലും ഭയങ്കര കുറവായിരിക്കും. നമ്മൾക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ക്രൂ എന്ന് പറയുന്നത് അഭിനയിക്കാനല്ല, അഭിനയിക്കാൻ തന്നെ ഇപ്പം നായിക പ്രാധാന്യമുള്ള കഥകൾ കുറവാണ് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് ഇപ്പം ആരോ പറഞ്ഞില്ലേ ആവേശത്തിൽ പെൺകുട്ടികളില്ല, അതിൽ ആവശ്യമില്ല, എനിക്കും താല്പര്യമില്ല ആവേശത്തിൽ. അത് കനിച്ചേച്ചിയാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആവേശത്തിൽ ഒരു നല്ല ഫീമെയിൽ ക്യാരക്ടർ കണ്ടാ കൊള്ളാമായിരുന്നു പുള്ളി. ഞാൻ അതല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പെൺകുട്ടികൾക്ക് പ്രാധാന്യമുള്ള വേറെ സിനിമകൾ വരട്ടെ, അതുള്ള സിനിമയിൽ വേണ്ടാത്ര കുത്തിക്കേറ്റാനല്ല. അത് പല ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും അതൊക്കെ തന്നെ. അതെ, പക്ഷെ കേരള ഇൻഡസ്ട്രി ഭയങ്കര ബെറ്റർ സത്യമായിട്ടും. തമിഴോ തെലുങ്കിന്റെ കാര്യം എനിക്ക് അത്രയ്ക്ക് നോളജ് ഇല്ല, കുറവാ. അല്ല, അത്ര ഫേമസ് ആയ പടങ്ങളൊക്കെ ഡബ് ചെയ്ത് മലയാളത്തിൽ വരുമ്പോഴൊക്കെ പുഷ്പ തെലുങ്കല്ലേ, പുഷ്പ എല്ലാത്തിലും ഉണ്ട്. പണ്ട് എനിക്ക് ഞാൻ KGF തെലുങ്കാന്ന് പറഞ്ഞൊന്ന് മാറിപ്പോയായിരുന്നു, അതാണ് എനിക്ക് ഭയങ്കര പേടിയാ. ഹിന്ദി പടങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാല് എനിക്കൊന്ന് ആലിയ ഭട്ടൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ റെയറായിട്ടുള്ള ചില സിനിമകളിലൊക്കെ മാത്രമേ ഉള്ളൂ, സീരീസുകളിലൊക്കെ മാത്രമേ ഉള്ളൂ ഈ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദീപിക പദുക്കോണൊക്കെ ഒരേ വരെ ചെയ്തിരുന്നു. ഇപ്പൊ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യൽ സിനിമകളിലോട്ടൊക്കെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കേരള ഭയങ്കര ബെറ്റർ. അറ്റ്ലീസ്റ്റ് വുമൺ ആർ ട്രൈയിങ്, എല്ലാരും ശ്രമിക്കുന്നുണ്ട്. ദീപികയൊക്കെ എന്താ പവർ പൊസിഷൻ പ്രൊഡ്യൂസർ ആയിട്ടും ഒക്കെ പുള്ളിക്കാരി ഒരു എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആലോചിക്കുമ്പം. അതുപോലെ പ്രിയങ്ക ചോപ്ര ആണെങ്കിലും എനിക്ക് എന്ത് പറയണ്ടല്ലോ. എനിക്ക് പ്രിയങ്ക ചോപ്രയിൽ നിന്നാണ് അതായത് ഒന്നിന്ന് തുടങ്ങേണ്ടടുത്ത് നമ്മൾ ഒന്നിന്ന് തന്നെ തുടങ്ങണം എന്നെനിക്ക് മനസ്സിലായി. പുള്ളിക്കാരി അവിടെ പോയി പുറത്തെ രാജ്യത്ത് പോയി അവിടുത്തെ ഭാഷയുടെ ഈ എന്താ പറയുക ആക്സെന്റ് പഠിച്ച് അവിടെ പോയി ഓഡീഷൻ കൊടുത്ത്, അത് എന്ത് പദവിയിൽ എത്തി കഴിഞ്ഞിട്ടാണെന്നറിയോ അവിടെ പോയി ഓഡീഷൻ കൊടുക്കുന്നതെന്ന് ആലോചിച്ചു എനിക്ക്. അപ്പം നമ്മക്കൊക്കെ എന്തിനാണ് ഒരു അപ്പം നമ്മളൊക്കെ എത്രത്തോളം എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ അത് ഒന്നേന്ന് തുടങ്ങേണ്ടടുത്താണ് അവിടെ തുടങ്ങണം എന്ന് മനസ്സിലാവുന്നത് അങ്ങനെയുള്ളൊരു. അത് ആസിഫ് അലിയും പറഞ്ഞിട്ടുണ്ട് ഒരു ഇതില്, എനിക്ക് ഒന്നേന്ന് തുടങ്ങാൻ നന്നായിട്ട് അറിയാം. അതെനിക്ക് ഭയങ്കര, എനിക്ക് ആസിഫ് അലിയും ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ. പുള്ളിയെ ഞാൻ പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു. അപ്പൊ പുള്ളിയോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോ എപ്പോഴാണ് ആ ഒരു, ഞാൻ പറയാണ് പുള്ളി പണ്ടേ എന്തെങ്കിലും നല്ലത് ചെയ്യാതെ ഇത്രയും കാലം നിൽക്കാൻ പറ്റുമോ സിനിമയില്, അതായത് ഇപ്പോഴാണ് അഭിനയം നന്നായത് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാൽ പണ്ടപ്പോ ഇത്രയും കാലം എങ്ങനെ നിന്നു, ഇൻഡസ്ട്രിയിൽ എങ്ങനെ നിന്നു എന്നുള്ളൊരു സംശയം നമുക്ക് വരില്ലേ. അപ്പൊ പുള്ളിയോട് ഞാനതങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിച്ചു, അപ്പൊ എങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് തോന്നി ഇങ്ങനെ ക്രിട്ടിക്കൽ കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് മാറണം എന്ന് തോന്നി. അപ്പൊ സ്ക്രിപ്റ്റ് സെലക്ഷൻ മാറ്റി, റിസ്ക് എടുക്കണം. മനസ്സിലായോ? ചിലപ്പോൾ നമുക്ക് പൈസ വൈസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മളെ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും, സുഖമായിട്ടൊരു സാധനം ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. റിസ്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി ഫീൽ ഫിലിം മേക്കിങ്ങിൽ. ആ റിസ്ക് പ്രൊഡ്യൂസേഴ്സ് കുറച്ചുകൂടെ എടുത്തു കഴിഞ്ഞാൽ, ഇച്ചിരി കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് പിന്നെ സേഫ് ആകുക എന്നുള്ള അത് ഒരു വർക്ക് പ്ലേസിലും സേഫ് അല്ല, സത്യമായിട്ടും അല്ല. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആളുകൾ കൂടുതലാണ്. പെൺകുട്ടികൾ സേഫ് ആണോ, എൻ്റെ കുട്ടിയെ എനിക്കിതിന് അഭിനയിക്കാൻ തന്നെ ഇപ്പൊ എല്ലാവരും അഭിനയിക്കാനൊക്കെ വിടും. പക്ഷെ ഡയറക്ഷനോ ക്യാമറയോ എഡിറ്റിങ്ങോ അങ്ങനെയൊക്കെയാന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ചൊരു എനിക്ക് വിടുക എന്ന് കേൾക്കുന്നത് തന്നെ ഭ്രാന്ത് പിടിക്കും. അതെ, വീട്ടിൽ നിന്ന് വിടില്ല. അവിടുന്ന് മാറണം പരിപാടി. അത് വീട്ടിൽ നിന്ന് വിടില്ല. നോട്ട് ഇൻ 2025. എനിക്ക് വയ്യ. അത് അതിപ്പോഴും കേൾക്കാം. എന്റെ അനിയത്തിയുടെ ഫ്രണ്ട്സിന്റെ വരെ ചില ട്രിപ്പിന് പോവാൻ വീട്ടിൽ നിന്ന് വിടില്ല. അത് ഒരു 18 എന്നൊരു ചെറുക്കന്മാരൊക്കെ എന്ത് കൊച്ചിലെ വിടും. സത്യം. എനിക്ക് അവരോട് പറഞ്ഞൂടെ ആരെയും പോയി ഉപദ്രവിക്കരുതെന്ന്. പ്രശ്നം തീർന്നില്ല. നോട്ട് ഓൾ മെൻ, പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് മെൻ എന്ന് പറയുന്ന പോലെ അവരെ ഒന്ന് മാറ്റിയാൽ മതി എന്നൊക്കെ. നമ്മുടെ ടോപ്പിക്ക് ഭയങ്കരമായിട്ട് മാറിപ്പോകുന്നതൊക്കെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷെ എനിക്ക് അഭിനയം അത്ര അറിയില്ല എന്നല്ല, എനിക്ക് പ്രാക്ടീസ് ഇല്ല, അങ്ങനെ പറയാം.
പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നു. കുറച്ചാൾ മുന്നേ വരെ ഞാൻ മെലിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓഡീഷനൊന്നും വിളിക്കാത്ത എന്ന് പറഞ്ഞു. ഇപ്പം വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കേൾക്കണം വണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ണമൊക്കെ ഒന്ന് കുറച്ച് നോക്ക്, ചിലപ്പം വിളിക്കുമായിരിക്കും, വണ്ണം ഉള്ളതുകൊണ്ടാ. അപ്പോൾ എന്താ വേണ്ടേ? പിന്നെ എൻ്റെ വേറൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ സൗന്ദര്യത്തിന് അല്ലെങ്കിൽ ഈ സോ കോൾഡ് സൗന്ദര്യം, അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഈ അഭിനയത്തിലേക്കും? അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിനും അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്നെ പണ്ട് ഒരു ഓഡിഷൻ പോയപ്പോൾ അവർ പറഞ്ഞു പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ കാണാനൊരു ലുക്കില്ല, നിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പണ്ട്. എന്നിട്ട് അവർ ഒരു കൊച്ചിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ കുട്ടി ഞാൻ ആ കുട്ടിയുടെ ഒരു ഓഡിഷൻ ടേപ്പ് എനിക്ക് അയച്ചു തരാമോ, എനിക്കത് കണ്ട് പഠിക്കാനാ എന്ന് ഞാൻ ചോദിച്ചപ്പം ഒരു ഭയങ്കര വെളുത്ത് ചുമന്നിരിക്കുന്നൊരു കുട്ടി എന്ന് പറഞ്ഞാൽ വടിവൊത്ത ശരീരം, നമ്മുടെ മറ്റേ എഴുതി വെച്ചിരിക്കുന്ന ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, പക്ഷെ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. അപ്പം അന്ന് എനിക്ക് ഭയങ്കര, ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഞാൻ കാരണം എന്താ പറയുക, ഈ പണ്ട് എൻ്റെ വീട്ടിൽ കുറേ പിള്ളേർ വന്നിട്ട് അവരെ ട്യൂഷൻ എടുത്ത് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കുമായിരുന്നു. ആ പൈസയൊക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടാണ് ഓൺലൈൻ ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ പഠിച്ച് ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്തതാ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ചെയ്യുന്ന ജോലിയിൽ ബെസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് വേണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ നിന്ന് എൻ്റെ ആദ്യത്തെ ഓഡിഷൻ എങ്ങാണ്ട് വരുന്നു അത്. ഞാൻ എൻ്റെ ഹാർട്ട് ബ്രോക്കൺ ആയിപ്പോയി ഞാൻ. അപ്പം അത് പക്ഷെ പ്രീ കോവിഡ് ആയിരുന്നു. ഓക്കെ. കോവിഡ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ചിലർക്കെങ്കിലും എന്തോ വിവരമൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലോബൽ എക്സ്പോഷർ, ഹോട്ട്സ്റ്റാർ എല്ലാം അങ്ങ് കാണാൻ തുടങ്ങി. അപ്പൊ ഗ്ലോബൽ എക്സ്പോഷറാ. അപ്പോൾ അവർ കുറേയൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് മലയാളത്തിൽ അവർക്ക് കൂടുതലും എന്താ പറയുക, റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന സ്ത്രീകളെ വേണം എന്നുള്ള രീതിയിലൊക്കെയാണ്. എന്നാലും പക്ഷെ ഡെപ്തുള്ള ക്യാരക്ടേഴ്സും വരണം, എന്നാലേ ശരിക്കുള്ള ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പം ഈ അപ്പിയറൻസ് നമ്മൾ എന്തൊക്കെ ചെയ്ത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുന്ന ഒരു ഉപദേശം എടുക്കണ്ട. എന്താ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടിരുന്നാലേ നമുക്ക് പെർഫോം ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടിരുന്ന് മൈക്ക് കടിച്ചു. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക, മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ് ആക്ടിങ് പ്രൊഫഷനും വേണ്ടത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ ക്രാഫ്റ്റ് വേറെ കരിയർ വേറെ, അത് വേറെ കാര്യം. അത് ക്രാഫ്റ്റിന് വേണ്ടിയുള്ളത് ക്രാഫ്റ്റിന് വേണ്ടി ചെയ്യുക. കരിയറിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അൺഫിൽറ്റേർഡ് ബൈ അപർണയുടെ ചാനലിൽ വന്ന് പ്രൊമോട്ട് ചെയ്യുക. ബാക്കി എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഈ പടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PR അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും വന്നിട്ടില്ല ആരും ഓൺ ബോർഡ്. പക്ഷെ PR ഒക്കെ വരുന്നതിന് മുമ്പേ ഞാൻ ശിവ ഒക്കെ ഓരോരുത്തരെ വിളിച്ചിട്ട്, ജേർണലിസ്റ്റുകൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങളുടെ ഈ പടം ഇവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്, അവിടെ വന്ന് കാണണം, എല്ലാവരെയും വിളിച്ച് ഇതാക്കുക, അല്ലാത്ത ആൾക്കാരെ കണക്ട് ചെയ്യുക, അവരെ മെസ്സേജ് അയക്കുക, മെയിൽ അയക്കുക. ഞാൻ ആ ബൈജൂസി വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. അതിന്റെ അപ്പുറത്തെ മാർക്കറ്റിംഗ് ആണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അതെന്റെ സിനിമ വന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കരിയറിന് വേണ്ടിയിട്ട് ചെയ്യണം. പിന്നെ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടി ക്രാഫ്റ്റിന് വേണ്ടി ചെയ്യണം. അതിൻ്റെ ഇടയിൽ അപ്പിയറൻസ് ഉള്ള സാധനം ദൂരെ വലിച്ചെറിയണം. അല്ലെങ്കിൽ ഇതൊന്നും ഒരു കുറച്ചാൾ വേണമെങ്കിൽ കുറച്ചാൾ ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറച്ചാൾ എല്ലാവരും സ്നേഹിക്കും, ഒബ്ജക്ടിഫൈ ചെയ്യും. വേണമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോവാം. അത് ചെയ്യുന്നവരെ ഞാൻ ഒട്ടും ജഡ്ജ് ചെയ്യില്ല. കാരണം പെട്ടെന്ന് പൈസ, അതെ, കാരണം അത് എന്താ പറയാ, അത് യൂട്ടിലൈസ് ചെയ്യുക. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നത്തിനെ യൂട്ടിലൈസ് ചെയ്ത് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കുന്ന അവരാരും ഞാൻ ജഡ്ജ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. മോട്ടീവ് അതല്ല. അതെ, എനിക്ക് കുറച്ച് നാൾ അധികം ഇവിടെ നിൽക്കണമെന്ന് സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട്. എനിക്ക് 90 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ആ വയസ്സ് വരെ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നേരത്തെ നമ്മൾ ക്വാളിറ്റീനെ പറ്റി സംസാരിച്ചില്ലേ, അപ്പം എനിക്ക് എൻ്റെ ക്രാഫ്റ്റിൽ എന്നെന്നും വർക്ക് ചെയ്യണമെന്നുണ്ട്. എപ്പോഴും ഒരു ചെറിയ ഫ്രീ ടൈം കിട്ടിയാലും എനിക്ക് തിയേറ്റർ ചെയ്യാനും എൻ്റെ ഈ ഇൻഹിബിഷൻസ് ചിലപ്പം പ്രായം കൂടുമ്പോൾ കൂടും. അപ്പം അത് വരാതിരിക്കാനായിട്ട് ബീങ് ഔട്ട് ദെയർ, ബീങ് കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ, അതിലേക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യുക എന്നുള്ളതിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, അതെന്തായാലും വേണം. നമ്മുടെ ബോഡി ഒരു ടെമ്പിൾ ആയിട്ട് കണ്ട് അതിനെ നന്നായിട്ട്
നോക്കുക. അല്ലാതെ ഇതിന് വേണ്ടി അങ്ങനെ പട്ടിണി കിടന്ന് അതെന്താ ചത്തുപോകും. സത്യം. അതോ ചത്തുവന്നോ ഭക്ഷണം കഴിക്കാതെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെ പച്ചല കഴിച്ചോണ്ടിരുന്നിട്ട് നമുക്ക് മീൻകറിയും ചോറൊക്കെ കഴിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ. അത് അല്ല, ഈ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഞാൻ മെലിഞ്ഞിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ അത് പോരായിരുന്നു ഇതുപോലെ. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഒരു അങ്ങനത്തെ ഒരു ഫീൽഡാണിത്. ബിക്കോസ് നമ്മൾ ആ ആളുകളുടെ മുന്നിലേക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് ആണെങ്കിലും ആളുകൾക്ക് വേണ്ടിയിട്ട്, ആളുകൾക്കാണ്, അല്ലാതെ നമുക്ക് രണ്ടുപേർക്കും വരെ സംസാരിച്ചിട്ട് സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. ആളുകൾ കിട്ടി മനസ്സുഖം കിട്ടി, അത് വേറെ, അതല്ല, അങ്ങനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു 10 പേരെങ്കിൽ 10 പേര് അത് കാണണം, അവർക്കത് എന്തെങ്കിലും രീതിയിലൊരു ഉപകാരം ആവണം. അല്ലെങ്കിൽ ഇപ്പം മീനാക്ഷിയുടെ ജേർണി കേൾക്കുമ്പോൾ ഇൻസ്പയർ ആവുക, അല്ലെങ്കിൽ എനിക്കും അപ്പം ട്രൈ ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലേ, എനിക്കും ചെയ്യാൻ പറ്റുമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ ഈസ് ഗോയിങ് ടു ഷാങ്കായ് ഈസ് സംതിങ് ലൈക്ക് യു നോ ഇൻസ്പയറിങ് അല്ലേ? ഡെഫിനറ്റ്ലി അതെ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ മീനാക്ഷിയെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ സ്റ്റോറിയിലാണ് കാണുന്നത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ആള് ഭയങ്കര അടിപൊളിയാണ്, നന്നായിട്ട് അഭിനയിക്കുന്നു, എന്തോ ഒരു സംഭവം പറഞ്ഞായിരുന്നു അന്ന് എൻ്റെ അടുത്ത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താ പറഞ്ഞത്. ഇൻസ്റ്റഗ്രാമിലും അല്ല, ഞാൻ കുറെ നോക്കി, വാട്സാപ്പിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ ചാറ്റ് ചെയ്തത്. അപ്പോൾ ഫോൺ മാറ്റിയപ്പോൾ എന്തോ പോയി. ഞാൻ അല്ലെങ്കിൽ മീനാക്ഷിയോട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നോക്കിയായിരുന്നു. അപ്പം അന്നേ ഞാൻ നോട്ടീസ് ചെയ്തു, അപ്പം ദർ ഇസ് സംതിങ് ഇൻ യു. അപ്പോൾ ആ ആള് നമ്മൾ ആദ്യമായിട്ട് സംസാരിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഞാൻ കാണുന്ന ന്യൂസ് ഇതായിരുന്നു, ഇങ്ങനെ പോവാണ് എന്നൊക്കെ. അതുപോലെ തന്നെ ഞാൻ പോഡ്കാസ്റ്റിൽ വിളിക്കുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലിന് പോകുന്നതിന് മുന്നേ. അപ്പം എന്നോട് പറഞ്ഞു പോകുന്നുണ്ട്, അപ്പം നമ്മുടെ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടി എനിക്ക് അതുകൂടെ പറയാമല്ലോ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോഡ്കാസ്റ്റ് എടുക്കാം, ഓർമ്മയില്ലേ? എന്നോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കിട്ടിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല, കിട്ടിക്കഴിഞ്ഞാൽ അതും പറഞ്ഞ് എനിക്ക് വരാലോ. എന്നോട് പറഞ്ഞു അതെനിക്കും അതും കൂടി എനിക്ക് പറയാമല്ലോ, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം പോയി വന്നു എന്ന് സ്റ്റോറി കണ്ട് ഉറപ്പാക്കി ഉടനെ ഞാൻ പോയിട്ട് പോഡ്കാസ്റ്റ് ചെയ്താലോ. അപ്പം ഇനിയിപ്പോ താമസിപ്പിക്കണ്ട, വാ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. കുറച്ച് ജാടയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു, അവാർഡിന്റെ ഒരു വെയിറ്റ് ഒക്കെ. ജാടയൊക്കെ ഇട്ട് പഠിക്കണം. എനിക്കത് സത്യം പറഞ്ഞ ഞാൻ ആ അവാർഡ് പണ്ട് നമ്മള് മനസ്സിൽ വിചാരിക്കില്ല. അപ്പൊ ഞാൻ മറ്റേ താങ്ക് യു ടു ദ ഡയറക്ടർ, ദ പ്രൊഡ്യൂസർ, അങ്ങനെ ക്ലാസ് ആയിട്ട് പറയണം എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ എക്സൈറ്റ്മെന്റും ആ അൺബിലീവബിൾ സറിയൽ ആ പ്രസന്റ് ഇൻ ദ മൊമെന്റ് എക്സൈറ്റ്മെന്റ് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ 2-3 വട്ടം ആ സ്പീച്ച് ഞാൻ കണ്ടു. ആ ഔട്ട്ഫിറ്റ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പ്രാണയുടെ ഔട്ട്ഫിറ്റ്. അതും എനിക്കൊരു സൈക്കിൾ ഓഫ് ലൈഫ് ആയിരുന്നു. ഞാൻ പണ്ട് പൂർണിമ ചേച്ചിക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നു. പ്രാണയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെ പല പണിയും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു കൊറേ ജോലി ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞായിരുന്നു ഇതിന്റെ പ്രോസസ് സിനിമയിലേക്ക് എത്തുന്ന ആ ഒരു ജേർണിയിൽ കൊറേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് ആക്ച്വലി അപ്പം പൂർണിമ ചേച്ചിയുടെ വിക്ടോറിയയിൽ വർക്ക് ചെയ്യുന്നതിന് കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ പ്രാണയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പം അന്ന് ഞാൻ ചിലരുടെയൊക്കെ ഇങ്ങനെ പൂർണിമ ചേച്ചി തന്നെ പ്രാണയുടെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഉള്ള വീഡിയോസ് ഇടയ്ക്ക് എടുക്കുമായിരുന്നു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രാണയുടെ എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ട്രയൽസിന് മുമ്പ് അപ്പം ഞാനിത് ഓർത്തില്ല. അപ്പം അവിടെ ഇതിൻ്റെ ട്രയൽസ് എടുക്കുന്ന സമയത്ത് വേറൊരു കുട്ടി ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അവളെ കണ്ടപ്പോഴാണ് അയ്യോ ഇത് ഞാൻ അവിടെ ആയിരുന്നില്ലേ, ഇപ്പം ഇവിടെ വന്നില്ലേ, അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര ജെന്യുവിനായിട്ട് ആഗ്രഹിച്ച് അതിൽ എഫേർട്ട് ഇട്ടാ നമ്മുടെ ഇന്നസെന്റ് ആഗ്രഹങ്ങളാ നടക്കുക. അതെ അതെ അതെ. അപ്പൊ അന്ന് ഞാൻ എന്തെങ്കിലും അവാർഡ് കിട്ടിയാ വന്നാലോ, അപ്പൊ നമ്മൾ ഇന്നസെന്റ്ലി ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അല്ലാതെ മറ്റൊരു റിവെഞ്ച്, ഒരു പന്ന മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങളൊന്നും നടക്കുന്ന. അതായത് ആരെങ്കിലും പ്രൂവ് ചെയ്യാനോ റിവെഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ തെളിയിക്കാൻ നടക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ നമ്മുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന ഇന്നസെന്റ് ആഗ്രഹങ്ങളൊക്കെ ദൈവം എനിക്ക് പണ്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ബസ്സൊക്കെ കയറി പോകാനായിട്ട്. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കയറി പോകായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പൊ എനിക്ക് ദൈവം സഹായിച്ചൊരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും വാങ്ങിക്കാൻ പറ്റി. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രൗഡ് ഇടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ദൈവം എന്തൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ നന്ദി പറയുന്നത്. നന്ദി എന്ന് വെച്ചാൽ നന്ദി ആക്ച്വലി ഈസ് എ ഗ്രേറ്റ് തിങ് ടു ഹാവ്. ഗ്രേറ്റ്ഫുൾനെസ് ആണ് ദ വേ ടു മാനിഫെസ്റ്റിംഗ് ഡ്രീംസ്. ആൻഡ് പണ്ട് ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് 1 മാസത്തെ ശമ്പളം ചിലപ്പോൾ
എനിക്ക് ഒരു ദിവസത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ദൈവമേ, എന്നിട്ട് വെറുതെ ഇരിക്കാമല്ലോ, അത് പറ്റത്തില്ല. ഈ ജോലി ഈസ് വെരി അൺസർട്ടൈൻ. പക്ഷെ അതിന്റെ ഒരു ഇൻഫോസിലായിരുന്നു. അതെ സത്യം. ഞാൻ അപർണയെ പറ്റി ഇതിനു മുമ്പേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ഗസ്റ്റ് എന്നൊക്കെ അത് ഏത് ഇന്റർവ്യൂലാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. അയ്യോ, അപ്പൊ ബൈജൂസ് വ്യത്യാസങ്ങളൊന്നും ഇല്ല, പേരങ്ങോട്ട് മാറ്റി, ഓണേഴ്സൊക്കെ മാറ്റി. പക്ഷെ ഇൻഫോസിലെ സുധാമൂർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫെമിനിസം എന്താന്ന് എഴുതുന്നതിന് മുന്നേ ഫെമിനിസം കാണിച്ചൊരു പുള്ളിക്കാരിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പെണ്ണായിട്ടുണ്ടായിരുന്നില്ല. അവിടെ വുമൻസ് ടോയ്ലറ്റ് ഇല്ലായിരുന്നു. അവർക്ക് ബ്രേക്ക് വരുമ്പം പോയി ഇരിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. അവിടുന്ന് അവർ എഞ്ചിനീയറിംഗ് പഠിച്ച് ഭർത്താവിനോട് ജോലി കളഞ്ഞോ, ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് ആ പ്രായത്തിൽ അവർ പറഞ്ഞു. നമുക്കൊക്കെ ഒരാൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നോണ്ടാണ് നമ്മുടെ മനസ്സിൽ കയറിയത്. അവർക്ക് എങ്ങനെ കിട്ടി, ആ കാലത്തിൽ എങ്ങനെ കിട്ടി? അപ്പൊ ഞാൻ അതാണ് ശരിക്കും ഭയങ്കര എംപവറിങ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇൻഫോസിസിനെ കുറ്റം പറയരുത്. ദൈവമേ ഉണ്ട്, ദൈവം എനിക്കെതിരെ കേസൊന്നും കൊടുക്കല്ലേ, ഞാൻ ജോലി കളഞ്ഞിട്ട് ഒത്തിരി കാലമായി. ഇൻഫോസിസിന്റെ സ്റ്റോക്ക് മേടിച്ചാൽ മതി. അതെ, ഇൻഫോസിന്റെ സ്റ്റോക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. നല്ല ഡിപ്പാവുമ്പോ ഒക്കെ ഞാൻ മേടിക്കും. ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കും, പണി ചെയ്തിട്ടല്ല. എങ്ങനെ വേണേലും പൈസ ഞാൻ ഉണ്ടാക്കും എനിക്ക് ഉറപ്പാണ്. ഞാനത് എന്താ പറഞ്ഞാ കോളേജിൽ പഠിക്കുമ്പോഴേ ഞാൻ പറയില്ല, ട്യൂഷനൊക്കെ എടുത്തു ഇങ്ങനെയായാലും പൈസ ഉണ്ടാകും. എനിക്ക് സപ്ലൈ ഉണ്ട്, പക്ഷെ ഞാൻ ട്യൂഷൻ അല്ല, അത് എന്റെ ഫ്രണ്ട്സിന് ട്യൂഷൻ എടുക്കണം, അല്ലാതെ ഞാൻ കൊച്ചു പിള്ളേർക്ക് എടുക്കുമായിരുന്നു. അത് ഗവൺമെന്റ് സ്കൂളിലെ പിള്ളേരായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് നാളെ ഇത് ചെയ്തോണ്ട് വരണം എന്ന് പറയുമ്പോ ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ സ്കൂളിൽ പോലും ചൂരക്കാട് അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, അവിടുത്തെ പിള്ളേരായിരുന്നു വരുന്നത്. അപ്പൊ ഞാൻ മറ്റേ ഭവൻസ് CBSE ടീച്ചർ വൈബ്സ് എടുക്കുമായിരുന്നു പണ്ട്. എന്നിട്ട് അതുകൊണ്ട് ചെന്നാ മതി അവിടേക്ക്, മറ്റേ ഹെഡാക്കി മടക്കി. ഞങ്ങള് ഡെയിലി ജീവിതത്തെ നേരിടുന്ന പിള്ളേരാണ്. അവര് വൻ സീനായിരുന്നു. ഇപ്പം അവാർഡൊക്കെ കിട്ടി നിൽക്കാണല്ലോ. അപ്പൊ ഞാൻ എല്ലാ ഗസ്റ്റിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം അറിയായിരിക്കും, പോഡ്കാസ്റ്റ് കാണാറുണ്ടെന്നല്ലേ പറഞ്ഞത്, പറയുന്നൊക്കെ. ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തി, ബുക്കാവാം, അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ആവാം, വ്യക്തിയാവാം, സിനിമയാകാം, സീരിയലാകാം, സീരീസ് ആകാം, പാട്ടാകാം, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇതെന്നെ ഒരുപാട് ചേഞ്ച് ചെയ്തു എന്ന് തോന്നുന്ന ഒരു സംഭവം. എല്ലാരും ഈ ചോദ്യത്തിന് ആലോചിക്കും. അല്ല, അത് കുറെ ഉത്തരങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജീവിതത്തിലെ ഒരു പോയിന്റില് ഒരാള്, അതിന് പിന്നെ വേറെ ആള്. ഇപ്പം അച്ഛൻ തന്നെ ആയിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ പണ്ട് കൊച്ചിലെ ഏതോ സിനിമയോ സീരിയലോ കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയൊന്നും ചെയ്യണ്ട, എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ. അപ്പൊ അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ പറഞ്ഞു, നീ എന്തോ ഇങ്ങനെ പറയുന്നത്, ഞാൻ കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്, മാക്സിമം 3ാം ക്ലാസ്. നമ്മുടെ ഗോൾ അതാണ്. അന്ന് എനിക്ക് ഷാറുഖ് ഖാനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. പിന്നെ അല്ല, എനിക്ക് മോഹൻലാലിനെ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പറയുന്നത്, അങ്ങനെയല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്താണ് ഇൻഡിപെൻഡന്റ് എന്നുള്ള വാക്കൊക്കെ അച്ഛൻ ഉപയോഗിച്ചത്. അപ്പം അച്ഛൻ എന്നെ ഒരു അനാവശ്യ ഒപ്റ്റിമിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. എന്തോ എനിക്ക് ഭയങ്കര പ്രൊഡിജി ആണെന്നുള്ള എന്തൊക്കെയോ, പ്രൊഡിജി എന്നല്ലേ അങ്ങനെ എന്തോ തന്നു. അപ്പൊ അത് പിന്നെ കോളേജൊക്കെ എത്തിയപ്പോഴേക്കും എനിക്കത് അടങ്ങി. കാരണം കോളേജ് എത്തുമ്പോഴാണല്ലോ നമ്മള് വലിയ ആൾക്കാരെ. അല്ലാതെ പിന്നെ ഈ ഷോ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഇപ്പൊ ആക്ടിങ്ങിന്റെ ഇൻസ്പിറേഷൻ ആണെങ്കിൽ, എൻ്റെ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണെന്നുള്ള ഫസ്റ്റ് സീഡ് എനിക്ക് തരുന്നത് ഞാൻ TV-യിൽ മണിച്ചിത്രത്താഴ് കണ്ടപ്പോഴാണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഓഫ് വൺ പേഴ്സൺ ബീങ് അനദർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഗംഗ ബീങ് നാഗവല്ലി, അതെനിക്ക് ആ കൊച്ച് എന്നെ എന്തോ ആക്കി. ഞാൻ മറ്റേ അതെന്തൊരു കിടിലം പരിപാടിയാ. എന്നിട്ട് എനിക്ക് മണിച്ചിത്രത്താഴായിരുന്നു എൻ്റെ ഫേവററ്റ് പടം. എന്നിട്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് നാഗവല്ലി, ഈ മറ്റേ വിടമാട്ട, ഈ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ സമയത്ത് വലുതാവുമ്പോൾ ശോഭനയാവണം എന്നുള്ളതായിരുന്നു ഏറ്റവും കൊച്ചിലെ. പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോൾ വലുതാവുമ്പം ഷാറുഖ് ഖാനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. അപ്പൊ അതിന് റാണി മുഖർജിയോ കാജോളോ ആയാൽ മതി,
ഷാരൂഖ് ഖാൻ നമ്മുടെ ഏജിലുള്ള ആളല്ലേ, അതെ അതെ നമ്മുടെ പട്ടിയാണല്ലോ. എന്റെ സ്കൂളിലെ ചെറുക്കന്മാരൊന്നും എനിക്ക് LKG എന്റെ കൂടെ പഠിച്ചിരുന്നവരൊന്നും വർക്കല്ല. അപ്പം അത് കഴിഞ്ഞ് എന്താ പറയുക, എനിക്ക് പറ്റുന്ന ഷാരൂഖ് ഖാനാ. അപ്പൊ അങ്ങനെ ഷാരൂഖ് ഖാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നു. പുള്ളി എന്ന് പറയുന്നത് തന്നെ ഡ്രീം എന്ന് നമ്മൾ ആലോചിക്കുമ്പം പുള്ളീനെയാണല്ലോ ഓർമ്മ വരിക. അപ്പം അങ്ങനെ ഷാരൂഖ് ഖാൻ ഉണ്ട്. പിന്നെ ഓരോ പോയിന്റിൽ തന്നെ ഓരോ ഫ്രണ്ട്സ്, ഓരോ എന്താ പറയുക, ഏതൊക്കെയോ സിനിമ, മറ്റേ ഓടുന്ന പടം ഏതായിരുന്നു, റണ്ണാണോ? അല്ലല്ല, അയ്യോ അതല്ല, അല്ലല്ല, ഫോറസ്റ്റ് ഗംപ് ഏതോ, ഫോറസ്റ്റ് ഗംപ് ഞാൻ ഏതോ ചെറുപ്പത്തിലാ കാണുന്നത്. എനിക്ക് തോന്നുന്നു കോളേജിൽ കയറുന്നതിന് മുമ്പ് എങ്ങാണ്ട് ഫോറസ്റ്റ് ഗംപ് ആണ്. അതാണ് എനിക്ക് ഇതുപോലെ അത് കണ്ടു. ഇപ്പൊ ചിലപ്പം എനിക്ക് ആ സമയത്ത് വർക്കായിരുന്നു, ഇപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വേറെ തന്നെ ഒരു സിനിമയായിരിക്കും. അപ്പൊ ഫോറസ്റ്റ് ഗംപ് എനിക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുക, ആ ഒരു സാധനമൊക്കെ തന്നിരുന്നു. അല്ലാതെ ഒരാൾ എനിക്ക് പറയാൻ അറിയില്ല. ഒത്തിരി ഉണ്ട്. ഇനി എനിക്ക് കുറച്ച് നാളെ കഴിഞ്ഞാൽ എൻ്റെ അമ്മയായിരിക്കും. അമ്മ ഞാനിപ്പോ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ജീവിതത്തില്. അതെന്റെ ഫോൺ അടിക്കുന്നത് അമ്മയായിരിക്കും വിളിക്കുന്നത് ചിലപ്പോ. എന്താ ഒരു ടൈമിംഗ് എന്നൊക്കെ കഴിഞ്ഞില്ലേ നീ വർത്താനം പറഞ്ഞതൊക്കെ? ഇതെന്താ 5 മണിക്കൂറായോ പോഡ്കാസ്റ്റ്? അതെന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് നമ്മൾ കൊറേ സംസാരിച്ചു, പക്ഷെ ഒരു 1.5 മണിക്കൂർ 1.25 ആയി. അത്രേ ഉള്ളൂ അല്ലേ? അതിന് മുന്നേ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറെ സംസാരിച്ചു. ഇവിടെ തന്നെ ഇരുന്ന്. അതെ, ഞാൻ റോൾ ചെയ്തപ്പോഴേക്കും ഞാൻ മറ്റേ പറയൂ എന്നിട്ട് പക്ഷെ കുറെ ചോദിക്കാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളൊന്നും മിസ്സായ പോലെയൊക്കെ ഫീൽ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ എല്ലാ ആങ്കേഴ്സും അടുത്ത ചോദ്യം ഇങ്ങനെ ഓർത്തിരിക്കുന്നത്. പക്ഷെ അപ്പൊ ഈ ഓർഗാനിക് ആയിട്ടുള്ള കോൺവെർസേഷൻ മിസ്സാണ്. അപ്പൊ നമുക്ക് എനിക്കെന്തോ ഒരു പക്ഷെ എല്ലാം കവർ ചെയ്തു. നമ്മൾ സിനിമയെ പറ്റി സിനിമ പറ്റിയാണ്, സിനിമ പശ്ചാത്തലത്തിലാണ് കൂടുതൽ കാര്യങ്ങളും. കാരണം ആ സിനിമ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നോട് സിനിമയുടെ കുറച്ച് കാര്യങ്ങളും ഐഡിയാസും കഥയൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അതെനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അതിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സിനിമയിൽ ഒരു മെയിൽ കഥാപാത്രം ഉള്ളത് ആ റൂസ്റ്റർ മാത്രമാണ്. അപ്പൊ അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന. പിന്നെ എന്താണ് ഒരു ബ്യൂട്ടി പാർലറിലെ ഒരു വിക്ടോറിയക്ക് പറയാനുള്ളത് എന്നുള്ളത്. പക്ഷെ അത് ഒത്തിരി സ്ത്രീകളുടെ കഥയാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ മീനാക്ഷി എനിക്ക് കുറേ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അയച്ച മെസ്സേജസ് വെരി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അതെനിക്കും എൻ്റെ അല്ല പക്ഷെ അതെ, കാരണം എന്നോട് പറഞ്ഞില്ലേ സിനിമ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അപർണയ്ക്ക് ഒന്നുകൂടി ഇൻറ്റൻസിറ്റി. പക്ഷെ അല്ല, അത് എല്ലാ സ്ത്രീകൾക്ക്. കാരണം എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞില്ലേ എന്നോട് വേണമെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പീരിയഡ്സ് ആയിട്ട് ഇങ്ങനെ വയ്യ എന്തോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഷൂട്ട് ഉച്ചയ്ക്കുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ വരുന്നേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ 25-ാം തീയതി വരെ കൊച്ചിയിലുണ്ട്, നമുക്ക് അതിന് മുന്നേ എടുക്കാം 10. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ആൻസൈറ്റി ഉണ്ട്, ഇനി മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ആൻസൈറ്റി കൂടും, മാറ്റി കഴിഞ്ഞാൽ എനിക്കിനി ആൻസൈറ്റി കൂടും. കാരണം കണ്ടോ വേണമെങ്കിൽ എനിക്ക് അടുത്ത ദിവസം എടുക്കാം, പക്ഷെ അതുവരെ ആൻസൈറ്റിയാ. കാരണം ജോലിയെക്കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ആൻസൈറ്റിയാ. അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പെൺകുട്ടികൾ ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യും, അവരുടെ പുറത്തേക്ക് വരും, അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പക്ഷെ അവർക്ക് ചിലപ്പോൾ പ്രൊഫഷണൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വിക്ടോറിയയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിക്ടോറിയയുടെ വീട് പോലും ഒരു സേഫ് സ്പേസ് അല്ല. വിക്ടോറിയ അബ്യൂസ് ചെയ്യുന്ന പേരൻസും കൂടെയാ. അതെന്തൊരു അവസ്ഥയാ. അങ്ങനെ ജീവിക്കുന്ന കുറെ പെൺപിള്ളേരുണ്ട്. അവര് ചിലര് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതും കുറെ പൊട്ടന്മാരെയോ അങ്ങനെ ചിലർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലുള്ള ആളെ കിട്ടും. പക്ഷെ ചിലര് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കും, വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാസ്റ്റേഴ്സ് എടുക്കും. ചിലര് മറ്റേ പ്രിഫറൻസ് കൊടുക്കും, മറ്റേ പ്ലേസ്മെന്റിന്. എവിടെയാണ് ഇപ്പൊ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രം ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലവും കൊടുക്കും. അതെന്തുകൊണ്ടാ? അത് വീട് സേഫ് സ്പേസ് അല്ലാത്തതുകൊണ്ടാ. വിക്ടോറിയ അങ്ങനെ വീടും സേഫ് സ്പേസ് അല്ല, അതിന് വർക്കും ഇങ്ങനെ. അതിൻ്റെ ഇടയിൽ ആകെ ആ ബാത്റൂമിന്റെ സ്പേസിലാണ്, ആ ബാത്റൂമിലും എന്താ ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നത്, അതും സേഫ് സ്പേസ് അല്ല. അപ്പൊ എവിടെയാ ഒരു സ്ഥലം? സത്യം. അങ്ങനത്തെ ഒരാൾക്ക് ആങ്സൈറ്റി വരാതിരിക്കുവോ? വിക്ടോറിയ ശരിക്കും ആങ്സൈറ്റി ഉള്ള ഒരു കുട്ടിയായിട്ടാണ് ശിവരഞ്ജിനി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ആങ്സൈറ്റി വരുന്നത് സേഫ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാ. അപ്പൊ ആ കുട്ടിക്ക് അവിടെ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ, ആകെ കുറച്ചെങ്കിലും പുള്ളിക്കാരി സേഫ് ആയിട്ട് തോന്നുന്നത് വർക്ക് സ്പേസിലാണ്. അത് നമുക്ക് പലപ്പോഴും ഇല്ലേ, നമ്മുടെ വർക്കിലാ നമ്മള് സന്തോഷം കണ്ടെത്തുന്നത്.
ചില അമ്മമാര് കുക്ക് ചെയ്യുക ഇത് ഇഷ്ടപ്പെടുന്നത് അതിന് ഭയങ്കര എഫേർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിലും അത് അവർക്ക് അത് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇതാവുന്നതുകൊണ്ടാ അവര് എന്താ പറയുക ബാക്കി ചിലപ്പോൾ പന്ന റിലേറ്റീവ്സും പന്ന ഹസ്ബൻഡും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇവർക്കും ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു മെഡിറ്റേറ്റീവ് സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും. അതെ അതെ. അവരുടെ എന്താ പറയാ ജോലിയും ചിലപ്പോൾ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ടൈപ്പ് റൈറ്ററിന്റെ മുമ്പിലായിരിക്കും ഇവര് സേഫ്. പിന്നെ ചില കുട്ടികള് കുറേ സമയം എടുത്ത് കുളിക്കും. അത് സത്യമായിട്ട് അവരവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പയ്യെ അത് ചെയ്യാൻ അവിടാണ് അവരുടെ മെഡിറ്റേഷൻ വരുന്നത് എന്നുള്ളത് കൊണ്ടാ എല്ലാരും കടന്നു. ആൺകുട്ടികളും കാണുമായിരിക്കും ഒത്തിരി ഇതുപോലെ ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യാത്ത. പക്ഷേ ഒരു റിവ്യൂല് ഒരു ജേർണലിസ്റ്റ് ഫെസ്റ്റിവലിന് കണ്ട ജേർണലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ദിസ് ഫിലിം എക്സ്പ്രസസ് ഹൗ വിമൻ യൂഷ്വലി ഫൈൻഡ് വർക്ക് പ്ലേസ് ആസ് എ സേഫർ പ്ലേസ് ദാൻ ദെയർ ഹോംസ്. അതെന്ത് സാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ വീട് സേഫ് ആയാലല്ലേ പുറം ലോകം സേഫ് ആണ്. അതെ സത്യം. അത് മാത്രല്ല പെൺകുട്ടികൾക്ക് 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറുകയും വേണം. ആൺകുട്ടികൾക്കാണെങ്കിൽ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവെങ്കിലും ചെയ്യാം. രാത്രി എങ്ങോട്ടെങ്കിലും പോവുമെങ്കിലും ചെയ്യാം. അവർക്കും സേഫ് സ്പേസ് അല്ല പക്ഷെ അവർക്ക് പോകാനുള്ളൊരു ഇതുണ്ടല്ലോ. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോവാനോ ഇപ്പൊ 10 മണിക്ക് പോകണം, ഇപ്പൊ വീട്ടിൽ പ്രശ്നമാണ് 10 മണിക്ക് പോവാം, പുറത്തോട്ട് പോയാൽ അവർക്ക് വരുന്ന ത്രെറ്റ് ഉണ്ട്. അവരെ മോഷ്ടിക്കുന്ന വരുന്ന ആൾക്കാർക്ക് കൊല്ലാം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചിലരുണ്ട്. നമ്മള് ഫെമിനിസത്തിന്റെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങളെന്താണ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രശ്നം, ഇവിടെ കൊലയും കൊലപാതകവും മോഷണവും ഒക്കെ നടക്കുന്നില്ലേ, നമ്മള് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അത് ശരിക്കും പുരുഷന്മാർക്ക് നല്ല അലൈസ് ആവാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന കേട്ടാ മതി, എന്നുവെച്ചാൽ ലിസൺ ചെയ്താൽ മതി, ഒരു അൺഡിവൈഡഡ് ആയിട്ടുള്ള അറ്റൻഷൻ തന്നാൽ മതി. ഇത് നമ്മുടെ കാര്യം പറയുമ്പോൾ അല്ല മോഷണം കൊലപാതകം വേറെ പ്രശ്നങ്ങളുണ്ട് അത് പറയാതെ 2 മിനിറ്റ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങളെക്കാൾ സേഫ് അല്ലേ അറ്റ്ലീസ്റ്റ്. അതെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും ഗുണമാ ഫെമിനിസം കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പകുതി പ്രഷറും മാറും. അതെ. അതായത് കുടുംബനാഥനാവണം എന്നുള്ള ഒരു പ്രഷർ അങ്ങ് മാറും. എല്ലാവരും എല്ലാവരും ഏൺ ചെയ്യുക, എല്ലാവരും സ്വന്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ അവർക്കുള്ളൊരു പ്രഷറും കുറയും. പെങ്ങളെ കെട്ടിക്കേണ്ടത് പെങ്ങളുടെ ആവശ്യം, പെങ്ങൾ കെട്ടട്ടെ എന്ന് ഉള്ള സ്റ്റേറ്റ് വരുമ്പോൾ അവർക്കല്ലേ കൂടുതലും ഇതായിട്ട് വരുന്നത്. ഇപ്പം അച്ഛന്മാര് അയ്യോ എൻ്റെ മക്കളെ കെട്ടിക്കണം, അവർ കെട്ടിക്കോളും, അവർക്ക് വേണേൽ സമയമാകുമ്പോൾ അവർ വേണേൽ കെട്ടിക്കോളും എന്നുള്ളൊരു കാര്യം വരുവാണെങ്കിൽ അവിടെ ആ ഫെമിനിസം വർക്കാവുമ്പോൾ അച്ഛന്മാര് ഫ്രീ ആവത്തില്ല. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഫെമിനിസത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആൺകുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഉണ്ട്, ബെറ്റർ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അത് പക്ഷെ നമ്മള് ഒത്തിരി മോശമായിട്ടുള്ള ആളുകളെ കണ്ടതിന് ശേഷം ഇവരെയൊക്കെ നമ്മൾ കാണുള്ളൂ. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞിട്ട് ഹെൽത്തിയിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഇതായിട്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഉറപ്പായിട്ടും ഞാൻ പറയും. എനിക്ക് ഒരിക്കലും അത് നീ ചെയ്യേണ്ട ജോലിയല്ലേന്ന് അവൻ ഒരിക്കലും എൻ്റെ അടുത്ത് പറയില്ല. അത് പറയില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. അല്ല ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. അത് അങ്ങനെ പെൺകുട്ടികൾ സ്റ്റാൻഡ് എടുക്കണം. അതുകൊണ്ട് മാത്രം കാരണം ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞതാ. ഞാൻ 30ാമത്തെ വയസ്സാകുമ്പോൾ ഞാൻ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യും, അതിനുള്ള വക ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് കഥാനായകൻ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകള്. അല്ലാതെ എല്ലാവരും ഇങ്ങനെയാണ് എന്നും ആരും ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് എല്ലാവരെയും അടിച്ചമർത്തില്ല. എത്രയൊക്കെ നല്ല അച്ഛന്മാരുണ്ടെന്നറിയോ. ഞാൻ എൻ്റെ വീട്ടില് ഫെമിനിസം ആദ്യം ഞാൻ കണ്ടത് എൻ്റെ വീട്ടിലാണ്. എൻ്റെ അച്ഛൻ കുക്ക് ചെയ്യുന്നത് ഭയങ്കര, പണ്ട് ആൺകുട്ടികൾ കുക്ക് ചെയ്യുന്നത് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര സംഭവമായിരുന്നല്ലോ. അയ്യോ എൻ്റെ മോനെ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യത്തില്ല, അവന് വിളമ്പി കൊടുത്താലേ കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ എൻ്റെ അച്ഛൻ വിളമ്പി ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. അതും അച്ഛൻ ഷൂട്ട് കഴിഞ്ഞിട്ടും വർക്ക് കഴിഞ്ഞിട്ടും. അതായത് മോളെ നിനക്ക് അമ്മയോട് പറയുന്ന മോളെ നിനക്ക് വയ്യല്ലോ, ഞാൻ രാവിലെ പാത്രം കഴുകിയിട്ട് ജോലിക്ക് പൊക്കോളാം. അപ്പം അച്ഛൻ ചിന്തിക്കുന്നില്ലല്ലോ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നാൽ നീ ഇവിടെ വെറുതെ ഇരുന്ന. അപ്പൊ നമുക്കത് അങ്ങനെ അല്ലേ. മീനാക്ഷിയുടെ അച്ഛൻ കാണിച്ചു മറ്റേ അടിച്ചു വരുമായിരുന്നേ മുറ്റം. അപ്പം പ്രശ്നം അച്ഛനായിരുന്നില്ല. അല്ല, അതാ
ജയനെ കൊണ്ട് അടിച്ചു വാരിച്ചു അതെ ജ്യോതിയുടെ ആ മനസ്സ്. അതെ അതാ അപ്പൊ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത് അച്ഛനും ആദ്യം അറിയില്ലായിരുന്നു. അച്ഛനും സിഗ്മ മൂഡായിരുന്നു ആദ്യം. എന്നിട്ട് അമ്മ ആസ് എ പേഴ്സൺ എന്താണ്, അമ്മ എത്ര കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നു, എന്തൊക്കെ അമ്മ ഡീൽ ചെയ്യുന്നു, ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അമ്മ മനസ്സിലാക്കി അച്ഛൻ. അതിനുശേഷമാണ് അച്ഛനും ഇതൊക്കെ ചെയ്തു തുടങ്ങി. അച്ഛന് ആദ്യമേ അറിയില്ലായിരുന്നു. അച്ഛൻ ഈ പേട്രിയാർക്കിയുടെ വിക്ടിം ആയിരുന്നു അച്ഛൻ. അത് കഴിഞ്ഞ് സ്നേഹം കൊണ്ടല്ലേ എക്സാക്ട്ലി, അതായത് ഒരു പെണ്ണ് ഒരു സ്ത്രീ സംസാരിക്കുന്നത് 5 മിനിറ്റ് കേട്ട ഇവർക്ക് മനസ്സിലാവും. അപ്പൊ ഇവര് നമുക്ക് അന്നാ ഒരുമിച്ച് ഇതിനെ ഡീൽ ചെയ്യാം എന്ന് പറയാം. അങ്ങനെ ഫിനാൻസസും അമ്മയാണ് അച്ഛന് ഷെയർ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അക്ഷരം അറിയത്തില്ല ഷെയർ, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അമ്മയ്ക്ക് ഇത്ര അമ്മ അക്കൗണ്ടന്റ്, അപ്പൊ അമ്മയ്ക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് പിന്നെ അച്ഛൻ അത് ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതില് അമ്മയെക്കാട്ടും പ്രോ ആയി. പിന്നെ അവർ ഒരുമിച്ച് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെയൊക്കെയോ ഈ പറഞ്ഞ ഞാൻ ചെയ്ത പോലെ പല പണിയും ചെയ്താണ് രണ്ടും കൂടെ കൂട്ടിമുട്ടിച്ചത്. അത് കഴിഞ്ഞ് അപ്പം ആ സമയത്ത് ഇപ്പൊ അച്ഛൻ എൻ്റെ കുറെ മിസോജിനിസ്റ്റിക് റിലേറ്റീവ്സ് ഉണ്ട് അവിടെ 2 സൈഡിലും. അപ്പം അവരിൽ ഒരാളെ പോലെ ആയിരുന്നെങ്കിൽ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും നന്നായിട്ട് ഞങ്ങളെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ആക്സിഡന്റ് വെച്ചിട്ട് ടക്കുന്ന് അങ്ങ് പോവുക. അപ്പോൾ അമ്മ അന്ന് ഏട്ടൻ പറയുന്ന പോലെ ഞാൻ എന്താ ചെയ്യാന്നുള്ള മൂഡായിരുന്നെങ്കിൽ ഞങ്ങളുടെ പരിപാടി തീർന്നേനെ. അപ്പൊ ഇതൊരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഫ്യൂച്ചറാ കിട്ടിയത്. അപ്പം ഫ്യൂച്ചർ ജനറേഷൻസിന് നല്ല ഒരു ഭാവി ഉണ്ടാവണമെങ്കിൽ ഫെമിനിസം ജയിച്ചേ പറ്റൂ. പേട്രിയാർക്കി തകരുകയും ചെയ്യാം. സത്യം, ഹ്യൂമൻ ബീങ്സ് ആർ സിമ്പിൾ. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന, അതായത് ഇങ്ങനെ പോയിരുന്ന് മൈക്ക് വെച്ച് വലിയ ഓഡിയൻസിനോട് പറഞ്ഞ് സ്പീച്ച് ചെയ്യണം എന്നല്ല, നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടുന്ന് തുടങ്ങണം മാറ്റം എന്ന് പണ്ടോട്ട് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കുറേ സമയം അതിക്രമിച്ച് പോയാൽ ചിലപ്പം പറ്റുവാണെങ്കിൽ അത് 2 പാർട്ടായിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വി ആർ സോ പ്രൗഡ് ഓഫ് യു. ഇനിയും ഇതുപോലെ വിക്ടോറിയ പോലെയുള്ള നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ. ഒരുപാട് സ്ത്രീ പേഴ്സ്പെക്റ്റീവിൽ കഥ പറയുന്ന ഒരുപാട് ആളുകൾ വരട്ടെ. അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു ബേബ്. യെസ്, ഓഫ് കോഴ്സ്.